നേരിട്ട് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ മിഴി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാനിവിടെ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് രാവിലെ ഒരു 3 മണി 3:15 ആ സമയത്താണ് ഒരു സൗണ്ട് കേട്ടു. പെട്ടെന്നിലായിട്ട് നോക്കിയപ്പോൾ നല്ല രക്തച്ചോപ്പിൽ മിഴി കണ്ടു. ഞാനൊരു മനുഷ്യനല്ലേ, ഞാൻ ഒന്ന് പേടിച്ചു. അന്നേരം ഞാൻ ഇച്ചിരി സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ പിന്നെ ഇതിനെ കണ്ടിട്ടില്ല. അതൊരു 50 മീറ്റർ ഞാൻ കാണുമ്പോൾ എന്റെ മുഖത്തേക്ക് നോക്കുക, ലൈറ്റ് അടിക്കുമ്പോൾ ഫേസ് ടു ഫേസ് ആണ് നിൽക്കുന്നത്. 10 സെക്കൻഡേ കിട്ടിയുള്ളൂ എനിക്ക്. അതിന്റെ ബോഡി കാണാൻ പറ്റിയില്ല. ഈ ചുവന്ന മിഴി കടുവയുടെ ആണെന്ന് എനിക്കറിയാം. സോറി, അന്ന് പകല് ഞാനിവിടെ റോഡിലിറങ്ങി നോക്കിയപ്പോൾ ഇവന്റെ സാന്നിധ്യം കണ്ടിട്ടുണ്ട്. ആ പണിക്കാരൻ പലപ്പോഴും കാണാറുണ്ട്. അത് അലർച്ച കേൾക്കാറുണ്ട്. ഇവിടെ കുടിയേറുന്ന കാലത്ത് ഈ പറഞ്ഞ കടുവയുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ട്. സാന്നിധ്യം പറഞ്ഞാൽ ചവിട്ട് കണ്ടിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ കാഷ്ടം കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഇപ്പം ഒരു പൂർണ്ണകായ രൂപത്തിലുള്ളൊരു ജീവി ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ കടുവ തന്നെ വരുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇവർ ഈ മാർക്ക് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ടെറിട്ടറി മാർക്ക് ചെയ്യുന്നതാവാം. ജനവാസ മേഖലയിൽ നിന്ന് പിടിക്കുന്ന പറഞ്ഞാൽ അതൊക്കെ പ്രായമായ കടുവയും അല്ലെങ്കിൽ പുലി, ഈ ഇര തേടാനാവാത്ത ഒരു നായാട്ടിന് പറ്റാത്തൊരു പ്രായമാകുമ്പോൾ അവർ നാട്ടിലിറങ്ങി കെട്ടിയിട്ടേക്കുന്ന പട്ടി അല്ലെങ്കിൽ ആട് അല്ലെങ്കിൽ കന്നുകാലി ആ മാതിരിയുള്ള അതിനെ പിടിക്കുന്നത്. അവർക്ക് വിശക്കുമല്ലോ, അവർക്ക് ഭക്ഷണം വേണ്ടേ. പണ്ട് നമ്മൾ കപ്പ തിന്നിരുന്നത് നമ്മളിപ്പോ കപ്പ തിന്നുന്നില്ലല്ലോ, ഇപ്പം ബിരിയാണി അല്ലേ വേണ്ടു എന്ന് പറഞ്ഞതുപോലെ അവരും ഹൈടെക് ആകുന്നു. അത് ഓരോരോ ജീവിത സാഹചര്യത്തിനനുസരിച്ച് അവരും മാറി വരുന്നു. നാട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. അവന് ശത്രുക്കളില്ല. മനുഷ്യനല്ലേ ഉള്ളൂ ശത്രുക്കൾ. മനുഷ്യൻ തമ്മിൽ ശത്രുക്കളാണെന്ന് അവനും അറിയാം. അവരെ ഉപദ്രവിക്കാൻ ആരുമില്ല. അപ്പൊ അവന് സ്വതന്ത്രമായിട്ട് നടക്കാം, തിന്നുകയും ചെയ്യാം. പന്നിക്കോ തന്നെയാണ്. പന്നി ടൗണിൽ പോലും പന്നിയായില്ലേ. ഒരു മനുഷ്യൻ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കേളകം പഞ്ചായത്തിൽപ്പെട്ട ഒരു പ്രദേശത്താണ്. ഞാൻ സ്ഥലത്തിൻ്റെ പേര് കൃത്യമായി പറയുന്നില്ല. പൊയ്യമല എന്നാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. എങ്കിലും എക്സാക്റ്റ് ലൊക്കേഷൻ ഞാൻ പറയുന്നില്ല. കൃത്യം പറയുകയാണെങ്കിൽ 5-6 മാസം മുന്നേ ഒരു ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു. മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ മാസം. അന്ന് നമ്മൾ ബിബിൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ കൂടെ നമ്മൾ ഈ പൊയ്യമല അങ്ങ് മലയുടെ മുകളിലേക്ക് നടന്നു കയറിപ്പോയ ഒരു വീഡിയോ ഒക്കെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്ന് നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് തന്നെ കടുവയുടേതെന്ന് തോന്നിക്കുന്ന കാഷ്ടവും ഒക്കെ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. മാന്തിയ പാടുകൾ, അതുപോലെ തന്നെ ബിബിനും അവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. അതായത് കടുവയുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ. മീൻസ് ഇവർ പലപ്പോഴും കടുവയെ കാണുന്നുവെന്നും പുലിയെ കാണുന്നുവെന്നും കണ്ട കാര്യങ്ങളും ഒക്കെ ഗർജനം കേട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അന്ന് ആ വീഡിയോയിൽ കടുവയെ അവർ വിളിക്കുന്നത് സുഗുണൻ എന്നൊരു പേരിട്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവമൊക്കെ നമ്മളന്ന് കേട്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ മഴക്കാലം ആണ്. ഇന്നിപ്പോൾ നമ്മൾ അങ്ങോട്ട് ആ ഒരു മല ഒന്ന് കയറാനായിട്ട് പോവുകയാണ്. നമ്മുടെ അന്നത്തെ ആ വീഡിയോ കണ്ടിട്ട് മാതൃഭൂമി പത്രത്തിൽ നിന്ന് ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവർക്ക് ആ ഒരു സംഭവമായിട്ട്, അതായത് അവർക്ക് ആ സുഗുണൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് അവരെ അട്രാക്ട് ചെയ്തത്. അതായത് കടുവയെ സുഗുണൻ എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു സംഭവമാണ് അവരെ അട്രാക്ട് ചെയ്തത്. അപ്പോൾ അവർ ആ ഒരു ഏരിയ ഒന്ന് കാണിച്ചു തരാമോ, നമുക്ക് നമ്മുടെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. മാതൃഭൂമിയുടെ സീനിയർ ഫോട്ടോഗ്രാഫറും റിപ്പോർട്ടറും ഒക്കെ വന്നിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ ഉടമയെ കാണുക എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു ലക്ഷ്യം. അങ്ങനെ നമ്മൾ ഇന്ന് വീണ്ടും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഏറ്റവും ടോപ്പിൽ നമ്മളന്ന് പോയി നിർത്തിയ ആ ഒരു പ്രദേശത്ത് നിന്ന് പിന്നെയും മുകളിലേക്ക് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ സാഹസികമായ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ഡയസ്. ഈ സ്ഥലം പൊയ്യമല അല്ലേ? ഇത് പൊയ്യമല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ ഇതിലെ ഒന്ന് കയറി പോയാൽ ഞാൻ കണ്ടായിരുന്നു. കണ്ടില്ലേ? വ്ലോഗ് ഞാൻ കണ്ടായിരുന്നു. കണ്ടില്ലേ? അതിനകത്ത് കാണിക്കുന്ന ആ കാഷ്ടം ശരിക്കും കടുവ തന്നെയാണ്. അത് കടുവയാണോ പുലിയാണോ നമുക്ക് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ രണ്ടിലേതെങ്കിലും ഒന്നുണ്ട്. ഇവിടെ ഉണ്ട്. ഇത് രണ്ടിനെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലേ? രണ്ടിനെ ഞാൻ എൻ്റെ ക്യാമറ കണ്ടിട്ടുണ്ട്. എൻ്റെ പറമ്പിൽ ക്യാമറയുണ്ട്. ആ ക്യാമറയിൽ രണ്ടിനും കണ്ടിട്ടുണ്ടല്ലേ? പക്ഷെ ഇവിടെ കാശി വെച്ചത് ഇപ്പം കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ രണ്ടും കണ്ടിട്ടുണ്ടല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടുത്തെ ഈ ഇത്രയും മലയുടെ മുകളിൽ എങ്ങനെയാണ് സ്ഥലമൊക്കെ വന്നത്? പണ്ട് മല എവിടെ ഉണ്ടായിരുന്നോ സ്ഥലം? ഇല്ല, ഞാൻ മേടിച്ചിട്ട് 20 വർഷമായി. 20 വർഷം മുമ്പ്, 25 വർഷം മുമ്പ് ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5 ഏക്കർ സ്ഥലം വാങ്ങിയായിരുന്നു. ചേട്ടൻ്റെ സ്വന്തമായിട്ട് അല്ല, ചേട്ടന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചതല്ല, പുള്ളി വാങ്ങിയപ്പോൾ ഞാനും കൂടെ വാങ്ങുന്നത്. അപ്പം അന്നേരം ആ പ്രദേശം അന്ന് റോഡില്ല, നടന്നാ കയറുന്നത്. അപ്പം അന്നങ്ങനെ ആ സ്ഥലം വാങ്ങി അതൊക്കെ ബൈക്കിൽ തെളിക്കുന്ന സമയത്ത് ആ ഇടയ്ക്ക് പണി ബ്രേക്കിൽ ഞങ്ങൾ ആ പ്രദേശമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു. അപ്പം അന്നേരം എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നാൽ അത് വാങ്ങാം എന്നുള്ള ധാരണയിലിരുന്നു. അങ്ങനെ പിന്നെ ഒരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സ്ഥലം വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ അന്നേരത്തേക്ക് റോഡാക്കി, റോഡ് വെട്ടി, JCBക്ക് റോഡ് വെട്ടി, മണ്ട വരെ കയറ്റി. ഈ വഴിക്ക് ഇങ്ങനെ അങ്ങനെ മോള് വരെ ആളുകളുടെ സ്ഥലം ഉണ്ടല്ലേ? എല്ലാം വ്യക്തികളുടെ സ്ഥലം. ഇതിനിടയ്ക്ക് ഫോറസ്റ്റ് ഇല്ല. ഈ റോഡ് പോകുന്ന ഈ റോഡിൽ ഒരിടത്തും ഫോറസ്റ്റ് വരുന്നില്ല. ഫോറസ്റ്റ് ബോർഡറാണ്, എന്നാൽ പോലും ഈ റോഡും ആയിട്ട് ബന്ധമില്ല ഫോറസ്റ്റിന്. അവിടെ ഒരു എൻ്റെ പറമ്പിനോട് ചേർന്നൊരു ഒരു 10-25 മീറ്റർ ദൂരം മാത്രമേ ഫോറസ്റ്റിന്റെ ബെൽറ്റ് വരുന്നുള്ളൂ. ബാക്കിയൊന്നും ഫോറസ്റ്റായിട്ട് ലിങ്ക് ചെയ്യുന്നില്ല, ഒരിടത്തില്ല. കാലാവസ്ഥയാണെങ്കിലും ഒരു വയനാടിന്റെ കാലാവസ്ഥ ശരിക്കും പറഞ്ഞ ഒരു വയനാടൻ കാലാവസ്ഥ. ഇവിടെ ഒരു ഫാനോ AC അല്ലെങ്കിൽ AC പോട്ടെ, ഒരു ഫാനിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ചുമ്മാ ഒരു പേപ്പർ കൊണ്ട് പോലും വീശുന്നൊരു
ഒരു കാലാവസ്ഥ വരുന്നില്ല. വേർക്കാറില്ല. വേർക്കാച്ചാൽ പണിയെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വേർക്കുന്നുള്ളതല്ലാണ്ട് താഴെ വേർക്കുന്നതിന്റെ ഒരു 3 പോലും വേർക്കുന്നില്ല. അവിടെ എന്തോരം ഉണ്ട് ചേട്ടന് സ്ഥലം? എനിക്ക് 6 ഏക്കർ. 6 ഏക്കർ സ്ഥലം. എല്ലാ ദിവസവും പോവോ പണി? എല്ലാ ദിവസവും പോകില്ല. നേരത്തെ പോകുമായിരുന്നു, അവിടെ കിടക്കുമായിരുന്നു. അവിടെ കിടന്നാ എടുത്തത്. അവിടെ എന്തൊക്കെയാണ് അവിടെ കൃഷി ചെയ്യുന്നത്? അവിടെ കുറച്ച് കശുമാവുണ്ട്, ഒരു 10-50 കശുമാവുണ്ട്. അതിനകത്ത് അണ്ടിയൊന്നും കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ എനിക്ക് മെയിനായിട്ട് അവിടെയുള്ളത് കുരുമുളകാണ് കൃഷി. യഥാർത്ഥത്തിൽ കൃഷി എന്ന് പറഞ്ഞാൽ കുരുമുളക്. എത്ര മരമുണ്ട്? അതൊരു 3500-4000 അത്രയുണ്ട്. 4000 അടുത്ത്. കൃത്യമായിട്ട് എണ്ണം ഞാൻ നോക്കിയിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ കുരുമുളക് ഇത്രയും വൈഡായിട്ട് ചെയ്തേക്കുന്നത്. അതായത് തനിത്തോട്ടം വേറെ ഇല്ലെന്നാണ് എൻ്റെ അറിവ്. തനിത്തോട്ടം അല്ലാത്ത തോട്ടങ്ങളുണ്ട്, ഇല്ലെന്നല്ല. അപ്പം നമ്മുടെ ഇവിടെ ഈ പ്രദേശത്ത് തന്നെയാണെങ്കിൽ പോലും ഒരുപാട് തോട്ടങ്ങളുണ്ട്. തോട്ടം മീൻസ് കൊടി കൃഷിയുള്ളവരുണ്ട്, തോട്ടമില്ല, കൊടിത്തോട്ടമില്ല. വയനാട്ടിലൊക്കെ കൊടിത്തോട്ടം തനിത്തോട്ടം ഉണ്ടല്ലോ. വയനാട്ടിൽ ഇടുക്കിയിലൊക്കെ തനിത്തോട്ടമുണ്ട്. നമ്മുടെ നാട്ടിൽ തനിത്തോട്ടം ഇല്ല. നമുക്ക് ആ സ്ഥലത്തേക്ക് ഒന്ന് പോയാലോ? അന്ന് പോയേക്കാം. നമ്മളിന്ന് ഈ ഒരു വണ്ടിക്കകത്താണ് കേട്ടോ പോകുന്നത്. ഇതിപ്പോ ഞാൻ വണ്ടിക്കകത്ത് കയറിയപ്പോ കണ്ട കേട്ടോ ഇറക്കവാളിരിക്കുന്നത്. ഇത് എന്തിനാ ചേട്ടാ ഇറക്കവാള്? ഇത് നമ്മൾ പോകുന്ന വഴിക്ക് മരം ഒടിഞ്ഞു വീഴുവോ അല്ലെങ്കിൽ കാറ്റത്തൊക്കെ ഒടിഞ്ഞു വീഴാം, അങ്ങനെ വീണ്ടുണ്ടെങ്കിൽ അത് മുറിച്ച് മാറ്റി കടന്നു പോകാൻ. വാക്കത്തി കൊണ്ടൊന്നും പണി നടക്കില്ല പലപ്പോഴും. എല്ലാം സജ്ജീകരണമായിട്ട് പോകുന്നത്. എല്ലാം വേണം, പക്ഷെ എന്നും ഉപയോഗം വരികയല്ല. എല്ലാം കരുതലുണ്ടാവും. നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. 4x4 ജീപ്പാണ്. പെട്ടെന്ന് മഴയും പെട്ടെന്ന് വെയിലും വരൂല്ലേ? ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയല്ലേ? അതെ അതെ, കാലാവസ്ഥ മൊത്തത്തിലേ മാറി. പഴയ കാലാവസ്ഥയല്ല. അതെ, പണ്ടൊക്കെ എന്ന് പറയുമ്പം 6 മാസം മഴ, 6 മാസം വെയിൽ, അങ്ങനെയായിരുന്നു. 4x4 മതിയില്ലേ? അങ്ങനെ കയറുള്ളായിരിക്കും. ഇനി അങ്ങനെ 4x4 കയറുള്ളൂ. ഇതൊക്കെ വേനലാകുമ്പോ കുറച്ച് മഴ കുറയുമ്പോ ഇതെല്ലാം റിപ്പയർ ചെയ്യുന്നതാ. ഇപ്പം റിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല, കാരണം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമല്ലോ. വെള്ളം നമുക്ക് തടഞ്ഞു മാറ്റി വിടാൻ. ഈ വഴിയൊക്കെ നിങ്ങൾ സ്വന്തം വെട്ടിയതാ? ഇത് സ്വന്തം വെട്ടിയതല്ല. ഞാൻ എടുത്തിട്ട് 20 വർഷമായി. ഈ റോഡ് വന്നിട്ട് 22 വർഷമായി. പക്ഷെ അന്ന് കൈക്കൊത്ത് റോഡ് എന്ന് പറഞ്ഞാൽ തൂമ്പാക്കി കളച്ച് ഉണ്ടാക്കി ഒരു ജീപ്പ് അത്യാവശ്യം പോകാം, ആ രൂപത്തിലുള്ള റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ജീപ്പും കൊണ്ട് കയറുമ്പോൾ ജീപ്പിന് സ്റ്റെപ്പ് തട്ടിപ്പോവും. സൈഡിലൊക്കെ പാറയിലൊക്കെ തട്ടിയിട്ട് സ്റ്റെപ്പ് ഉണ്ടാവില്ല ബാക്കി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാന് JCB കയറ്റി. അപ്പൊ എന്റെ പറമ്പിരിക്കുന്ന ഭാഗത്തേക്ക് റോഡ് ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എനിക്ക് പറമ്പിലേക്ക് റോഡ് കയറണം. പറമ്പിലേക്ക് റോഡ് കയറ്റാൻ വേണ്ടി വീട്ടിലെ വന്നപ്പോൾ JCB കയറുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ റോഡിന് വീതി കൂട്ടി മണ്ട വരെ സൈഡിലെ കല്ലൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി അങ്ങനെ ആക്കിയതാ. ഈ വണ്ടി എത്ര വർഷം പഴക്കമുള്ള? ഇവനിപ്പോ 97. 97 മോഡലാണ്. ഇതിനെ വരുമ്പോ എന്തായാലും 4x4 തന്നെ വേണമല്ലേ? അത് വേണം. 4x4 അല്ലാണ്ട് ഇതിനെ പറ്റിയല്ല. പക്ഷെ 2 വീലർ വണ്ടി കയറ്റാം. അതിനൊരു ചെറിയ ചെലവ്. ചെറിയൊരു പൈസ ചെലവാക്കിയാണ്. പിന്നെ ഞാൻ നോക്കുമ്പോ ഞാനൊക്കെ പഠിച്ച കാലത്ത് ഈ മാതിരി റോഡിലാണ് പഠിച്ചേ. ഇതിനേക്കാളും ദൂരം മേടിച്ച വഴിയാണ് പഠിച്ചത്. അപ്പൊ എനിക്കിതൊരു ബാധ്യതയായിട്ട് തോന്നുന്നില്ല. പിന്നെ പല കനത്തിനുള്ള ലോഡൊക്കെ കയറ്റണമെങ്കിൽ ആ സമയത്ത് റോഡൊന്ന് വൃത്തിയാക്കും. ഒരു 2-2.5 മണിക്ക് റോഡൊക്കെ ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് ഒന്ന് വൃത്തിയാക്കി ഞാൻ കയറി പോകും.
റോഡിൽ പതിച്ചേക്കുന്ന വെട്ടുകല്ല് മുഴുവനും ജീപ്പിൽ കയറ്റിയതാ. ഓ, ഇത് വെട്ടുകല്ല് പതിപ്പിച്ചിട്ടില്ല. ആ, വെട്ടുകല്ല് പതിപ്പിച്ചിട്ടുണ്ട്. അന്ന് ദുർഘടമായിരുന്ന അന്ന് കയറാൻ ഒരു തരത്തിലും പറ്റാതെ മണ്ണ് ചെളിയായപ്പോ അങ്ങനെ ആക്കിയാലേ വെട്ടുകല്ല് പതിപ്പിച്ചു. ആ വെട്ടുകല്ല് പതിപ്പിച്ചുകൊണ്ട് ഈ ജീപ്പിന് തന്നെ കൊണ്ടുവന്നതാ. ഈ കല്ല് മുഴുവൻ ജീപ്പിൽ കൊണ്ടു. അത് കുരിശ് വണ്ടിക്ക് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം അതിന്റെ ഫ്രണ്ട് പൊങ്ങിപ്പോകും. ഇതൊക്കെ ഓരോരുത്തർ പറമ്പാ? ഇതെല്ലാം ഓരോരുത്തരുടെ പറമ്പുകൾ തന്നെയാണ്, അല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണ്. ആൾക്കാർ ഉപേക്ഷിച്ച് പോയിട്ടാണ് ഇങ്ങനെ. ഇപ്പം എല്ലാരും ചെറുപ്പക്കാരെല്ലാം പുറത്തേക്ക് പോകുന്നു. പിന്നെ പ്രായമുള്ളവര് കഴിയുന്നിടത്തോളം സൗകര്യങ്ങൾ നോക്കി. ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്നെങ്കിൽ സൗകര്യങ്ങൾ തന്നെയാണ് വന്നേനെ. എല്ലാവർക്കും താഴേക്ക് മെയിൻ റോഡ്, ടാർ റോഡ്, കഴിയുമെങ്കിൽ ഹൈവേയുടെ സൈഡിലാണല്ലോ എല്ലാവർക്കും വേണ്ടത്. എല്ലാവരും സൗകര്യം നോക്കിപ്പോയില്ല. എല്ലാവരും സൗകര്യം നോക്കിപ്പോയി. ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു. അവിടെ ഒരു സമയം ഇവിടെ ജനവാസം വീടുണ്ടായിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്. വീടും വീടിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും. പക്ഷേ ഇപ്പോഴായപ്പോ എല്ലാവർക്കും സൗകര്യങ്ങളുടെ ഒരു പുറകെ ഉള്ള ഓട്ടമല്ലേ. ഞാൻ താമസിക്കുന്ന സൗകര്യത്തിലാണ്. ഇവിടെ വീട് താഴെയാണ്. താമസിക്കുന്നത് താഴെയാണ്. പറമ്പ് മാത്രമേ. പക്ഷെ എനിക്കിവിടെ ഇഷ്ടം. താഴത്തേക്കാളും എനിക്ക് ഇഷ്ടം ഇവിടെയാണ്. അതിന് കാരണം വേറൊന്നുമല്ല, ഇവിടെ ആകുമ്പോൾ ശാന്തതയുണ്ട്, സ്വസ്ഥതയുണ്ട്. മൊത്തം ഈ ഓഫ് റോഡ് താഴെ ഇവിടം വരെ എത്ര കിലോമീറ്റർ ഉണ്ടാവും? 2-2.5 കിലോമീറ്റർ. അതില് 1 കിലോമീറ്റർ മേലെ കോൺക്രീറ്റാ. 1.5 കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ. ഈ 1.5 കിലോമീറ്റർ ഉള്ളൂ ഈ ഓഫ് റോഡ്. ബാക്കി കോൺക്രീറ്റ് ആണ്. ഇവിടെ ജനവാസം ഇല്ലാത്തത് കൊണ്ട് സർക്കാരിന് ഒരു മടിയാണ്. ഗവൺമെന്റിന് ഒരു മടിയുണ്ട്. ജനവാസ മേഖല അല്ലാതെ കോൺക്രീറ്റ് അങ്ങനെ ചെയ്യണം, എന്തിനു ചെയ്യണം? ഒരു ടൂറിസത്തിന് പറ്റിയൊരു സ്ഥലമാണ്. ടൂറിസത്തിനൊക്കെ ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ്. അത് പഞ്ചായത്തിനോ സർക്കാരിനോ ഒന്നും വലിയ താല്പര്യമില്ല. പാലുകാച്ചിയായിട്ട് ഇവിടുന്ന് അധികം ദൂരമില്ല. പാലുകാച്ചിപ്പാറ, പാലുകാച്ചിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരുപാട് ദൂരമില്ല. ഉയരം വ്യത്യാസമോ കാര്യമായിട്ടില്ല. പക്ഷെ പാലുകാച്ചിപ്പാറ പോലും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നില്ല ഒരു ടൂറിസം മേഖലയായിട്ട്. നമ്മൾ ഈ വഴിയെല്ലാം ഏപ്രിൽ മാസത്തിൽ നടന്ന് വന്ന കേട്ടോ, നടന്ന് കയറി ഇവിടെ വന്നാണ്. അപ്പൊ നിങ്ങൾ ഈ വഴിയൊക്കെ മുകളിൽ വരെ വന്ന് ഞാൻ കണ്ടു. ഞാൻ അന്ന് നിങ്ങളുടെ വ്ളോഗില് എനിക്ക് ഞാൻ കണ്ടായിരുന്നു. പുള്ളി 18 കൊല്ലമായി ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ട്. വനം പോലെ ആയില്ലേ? ഫോറസ്റ്റ് ആയില്ലേ? ഇനി ആവാനൊന്നുമില്ല. ഇത് പണിയെടുത്താൽ നല്ല ഉറപ്പാക്കി എടുക്കാം. ഞാൻ ഇതിനകത്ത് കപ്പ ഇട്ടതാ ഒരു കൊല്ലം. ഈ 5 ഏക്കറിലും കപ്പ ഇട്ടതാ. ഈ കല്ലൊക്കെ ഞാൻ വണ്ടിക്ക് കൊണ്ടുവന്നതല്ല. തെന്നിയൊക്കെ കളിക്കുക. 4x4 ആയതുകൊണ്ട് അങ്ങ് പിടിച്ച് പിടിച്ച് കയറി പോകുന്ന വലിയ കിടക്കുകയുള്ളൂ. ഇതൊക്കെ കശുമാവ് കേട്ടോ. നമ്മൾ ഇത്രയും മലമോളി വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കാണും. അതായത് ഫോറസ്റ്റ് അല്ലാതെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു തരുന്നത്. ഇതൊക്കെ ആളുകളുടെ പറമ്പുകളാണ്. ഇതെല്ലാം കശുമാവ് തോട്ടങ്ങളാട്ടോ. ഇടയ്ക്ക് കുറേ സ്ഥലം ഇങ്ങനെ ആളുകൾ കൃഷി ചെയ്യാണ്ടിട്ട് കാട് പിടിച്ച് പോയതാണ്.
വലിയ കയറ്റം കഴിഞ്ഞ് ഇപ്പോൾ ഇച്ചിരി നിരപ്പെത്തി കേട്ടോ. കയറ്റമില്ല. ഈ മലയാള മുകളിലെത്തി. ഇവിടുന്ന് തന്നെ നമുക്ക് കുരുമുളക് ഒക്കെ നിൽക്കുന്നത് ഇങ്ങനെ കാണാം കേട്ടോ. നമ്മുടെ കുരുമുളക് ഇതൊക്കെ ചേട്ടൻ്റെ പറമ്പാ? ചേട്ടൻ്റെ പറമ്പെത്തി കേട്ടോ. അപ്പോൾ പറമ്പെത്തിയപ്പോൾ തന്നെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പറമ്പൊക്കെ ഒന്ന് തെളിഞ്ഞു കേട്ടോ. ചുറ്റും കുരുമുളക് നമുക്ക് കാണാൻ കേട്ടോ. എന്തോരം കുരുമുളകാന്ന് നോക്കി. ഭംഗിയുള്ള കാഴ്ച കേട്ടോ. അങ്ങോട്ട് നോക്കിയാലും ഈ പറമ്പിൽ ഇത് തന്നെയാണ്. ഇച്ചിരി ഇറക്കമായി കേട്ടോ. ചേട്ടൻ രാത്രി താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. ഇവിടെ ചെറിയൊരു വീട് പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഡയസേറ്റിൻ്റെ തോട്ടത്തിലെത്തിയിരിക്കുകയാണ്. എത്ര വർഷമായി ഇവിടെ ഇരിക്കും? ഞാനിവിടെ ഇപ്പോൾ ശരിക്കും 20 വർഷമായി. 20 വർഷം നേരത്തെ പറഞ്ഞാൽ തന്നെ 20 വർഷമായി. ഈ 20 വർഷത്തിനിടയ്ക്ക് കൊടി നട്ടിട്ട് ഇപ്പോൾ ഒരു മാക്സിമം 10 വർഷമായിട്ടുള്ളൂ. 10 വർഷം ആയപ്പോൾ തുടങ്ങിയതാണ് അല്ലേ. അത് ഒറ്റ പ്ലാന്റ് അല്ല. 10 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു നടിയിൽ. ആദ്യം ഒരു 250 എണ്ണം ഒന്ന് ട്രയൽ അടിച്ചു നോക്കി. അത് കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ പിന്നെ ബാക്കി മെല്ലെ ഗ്രാജുവലി കയറ്റി കഴിക്കൊള്ളുന്നു. ഓരോ വർഷമായിട്ട്. ഒരു വർഷം എത്ര കിൻഡൽ? എനിക്കിപ്പോൾ കഴിഞ്ഞ വർഷം 12-15 കിൻഡൽ കിട്ടി. 15 കിൻഡൽ കിട്ടി. ഇപ്പോൾ ഇക്കൊല്ലം അതിൻ്റെ ഒരു ഡബിൾ കിട്ടണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിട്ടും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. കുഴപ്പമില്ല, തർക്കമില്ലാത്തൊരു വിധത്തിലുള്ളൊരു ഈൽഡ് കിട്ടുന്നുണ്ട്. എടുക്കുന്ന പണിക്കുള്ള മുതൽ കിട്ടുന്നുണ്ടല്ലേ. മെനക്കെടുന്നതിനുള്ളത് കിട്ടുന്നുണ്ട്. ഇവിടെ താമസിക്കുന്നത്? ഇവിടെ ഞാൻ ദീർഘദിവസം താമസിക്കണമെങ്കിൽ പണിക്ക് ഡെയിലി കയറി ഇറങ്ങുന്നത് നഷ്ടമാണ്. നഷ്ടം മീൻസ് അങ്ങനെയല്ല, നഷ്ടം പലതരത്തിലല്ലേ. നമുക്ക് എണ്ണച്ചെലവോ അല്ലെങ്കിൽ അങ്ങനെയല്ല. രാവിലെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കയറി വന്നാൽ ഇവിടെ വരുമ്പോൾ 8-9 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞ് പിന്നെ പണിക്കിറങ്ങണമെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പണിക്കിറങ്ങുമ്പോഴേക്കും ഒരു സമയമാകുകയല്ലേ. അതേ സമയത്ത് ഇവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ രാവിലെ 7 മണിയാകുമ്പോൾ പണിക്കിറങ്ങാം. 2-3 ദിവസം കൂടുമ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അന്നേരം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ഇറങ്ങി പോവുക. എന്തെങ്കിലും ആവശ്യം വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ചിലരുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വിളിക്കും. അതല്ലെങ്കിൽ എനിക്ക് പോകേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും. അങ്ങനെ പോയി വന്നും ആഴ്ചയിൽ 1-2 ഒക്കെ പോവും. പിന്നെ പണി തീരുമ്പം നിർത്തി. അത് തന്നെ ഒരു താൽക്കാലിക സെറ്റപ്പ്. പണിക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന കൂടുതൽ പണിക്കാരുള്ള സമയത്ത് അവർ വന്ന് ഇവിടെ തങ്ങി പണിയെടുക്കുമ്പോൾ ഇവിടെ കിടന്ന് പണിയെടുക്കും. ഇവിടെ കൂടുക ചെയ്യുന്നത്. അല്ലാണ്ട് അവരും ഈ പറഞ്ഞ ഡെയിലി ഇറങ്ങി പോവുക കയറി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടാണ്. കാരണം അവർ പല പ്രദേശത്ത് നിന്ന് വരുന്നതാണ്. അപ്പോൾ അവരെല്ലാം കളക്ട് ചെയ്ത് കയറി വരുമ്പോഴേക്കും ഒരു 10 മണിയെങ്കിലും ആവും. പിന്നെ എവിടെയാ പണി നടക്കണ്ടേ? അപ്പോൾ പണി നടക്കാത്തതുകൊണ്ട് ഇവിടെ കൂടാൻ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. അപ്പോൾ അങ്ങനെ അതിന് താല്പര്യമുള്ള കുറച്ച് പേരെ ഇവിടെ കൂട്ടും. കൂട്ടി ഇവിടെ വന്നു ഒരാഴ്ച അല്ലെങ്കിൽ പണി തീരുന്നത് കണക്കാക്കിയിട്ട് മിക്കവാറും ശനിയാഴ്ചകളിൽ ഇറങ്ങിപ്പോവും. ഞായറാഴ്ച വൈകുന്നേരം വീണ്ടും തിരിച്ചു കയറും. പിന്നെ വീണ്ടും ശനിയാഴ്ച ഇറങ്ങിപ്പോ ആ ഒരു രീതിയാണ്. മുളക് പൊടിക്കലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അന്നൊന്ന് മുളകും കൊണ്ട് വീട്ടിലേക്ക് പോകും. വീട്ടിലെ അത് ഉണക്കാനുള്ള ഫെസിലിറ്റി ഇല്ലല്ലോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് മുളകും കൊണ്ടങ്ങ് പോകും. വൈകുന്നേരം പോയി രാവിലെ ഞാനും കയറി വരും. പുള്ളിക്കാർ ഇവിടെ കിടക്കും. അവർ രാവിലെ ഇറങ്ങി മുളക് പറിച്ചോളും. ഞാനിത് കൊണ്ട് കൊടുക്കുന്നേ ഉള്ളൂ. വീട്ടിൽ കൊണ്ട് കൊടുക്കും. വൈഫ് ബാക്കി മെതിക്കലും ഉണക്കലും ഒക്കെ വൈഫ് ചെയ്തോളൂ. മെഷീനുണ്ട് വീട്ടിൽ, മെതിക്കാനുള്ള മെഷീനുണ്ട്. മക്കളൊക്കെ എത്ര പേരാ? മക്കൾ 2 പേര്. എല്ലാവരും മൂത്ത മോള് ഫിസിയോതെറാപ്പിസ്റ്റാണ്. അവള് ഇപ്പോൾ ഫ്രീലാൻഡായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തവൻ
മകനാണ് എൻ്റെ ഒരു ട്രാജഡി. വേറൊന്നല്ല, ഞാൻ ഇവിടെ ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് തുടങ്ങാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പം ഞാനും അവനും കൂടെ ആലോചിച്ച് നമുക്ക് നോക്കിയേക്കാം, സ്റ്റാർട്ടാക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുകളിൽ അതിനുള്ള സെറ്റപ്പൊക്കെ ആക്കി വെച്ചതാ. അന്നേരം അവൻ നേരെ ഗൾഫിലേക്ക് പോയി. അവൻ എൻ്റെ കാലുവാരി. ഇല്ല, തെറ്റിദ്ധരിക്കാനൊന്നുമില്ല. ഇങ്ങനെയാ അവൻ്റെ കാലുവാരി ഇതിങ്ങനെയാണ്. അതുകൊണ്ട് ഹോം സ്റ്റേ പദ്ധതി തൽക്കാലം ചവിട്ടി വെച്ചു. സ്വാഭാവികം. ചെറുപ്പക്കാരല്ലേ, ചെറുപ്പക്കാരുടെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവരുടെ ലൈഫ് അവർ നോക്കണം. അപ്പോൾ അങ്ങനെ ഒരു ട്രാജഡി സംഭവിച്ചത് കൊണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇനിയിപ്പം ഞാൻ ഒറ്റയ്ക്ക് അത് ചെറുപ്പം വരെ ഇങ്ങനെ കൃഷിയോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ജനിച്ചത് തന്നെ കൃഷിക്കാരനായിട്ടാണ്, മീൻസ് കാരണവരെ കൃഷിക്കാരായിരുന്നു. പിന്നെ ഞാൻ ഒരു ചെറിയ 1 ലിറ്ററിന്റെ കപ്പിനകത്ത് റബ്ബർ പാൽ എടുക്കാൻ തുടങ്ങിയ കാലം മുതൽ 1 ലിറ്ററിന്റെ കപ്പിനകത്ത് ഒരു കൊച്ചിലെടുക്കാവുന്ന പരുവത്തില് ആ കാലം മുതൽ കൃഷി തുടങ്ങിയതാ. കൃഷിപ്പണിയായിട്ട് ആ മേഖല തന്നെയാണ്. ചേട്ടാ, പിന്നെ ഇവിടെ കൃഷി ചെയ്യുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളികൾ, അതായത് ഈ വന്യജീവികളുടെ ശല്യം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഭൂമി വാങ്ങി തുടങ്ങുന്ന കാലത്ത് വന്യജീവികളുടെ ആക്രമണം സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? അന്ന് പന്നിയുണ്ട്, മലാനുണ്ട്, കേഴയുണ്ട്, പിന്നെ കടുവയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അതായത് ഇത് എൻ്റെ അനുഭവത്തിൽ കരടിയോ ആനയോ ഒഴികെ ബാക്കിയെല്ലാം ഉണ്ട്. ആന ഇങ്ങോട്ട് വരുന്നില്ല? ഇല്ല, ആന വന്നിട്ടില്ല. എൻ്റെ അറിവിൽ ഇത് വന്നിട്ടില്ല. പാലുകാച്ചി എന്ന് പറയുമ്പോൾ ഇതിന്റെ പാലുകാച്ചി ഇവിടുന്ന് നേരെ മേലോട്ട് പോകും. കുറച്ചുകൂടെ മുകളിലേക്ക് ഒരു 200 അടി കൂടെ ഉയരത്തിലേക്ക് വരും. അത്രേ ഉള്ളൂ. ഒരു 200 അടിയുടെ ഉയരത്തിലേക്ക് പോയാൽ പാലുകാച്ചി എത്തി. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് കൊട്ടിയൂർ സൈഡ്, സോറി, കേളകം സൈഡ്. ഇതങ്ങൾ കൊട്ടിയൂർ സൈഡ് അങ്ങനെ പോകും. നമുക്ക് ആ കൊട്ടിയൂർ സൈഡ് വേണമെങ്കിൽ ഇവിടുന്ന് കാണാം. കൊട്ടിയൂർ കാണാൻ പറ്റില്ല, എന്നാലും കർണാടകയൊക്കെ ഇങ്ങോട്ട് വരാം. കർണാടക ഇവിടുന്ന് ഇത് വടക്ക് വശത്തേക്ക്, വടക്കോട്ട് കർണാടക, പടിഞ്ഞാറോട്ട് വരുമ്പം ഇതാ വരുന്നത് വയനാട് വരും. തെക്കോട്ട് വന്നാൽ കൊട്ടിയൂർ, സോറി, വെള്ളൂന്നി, പാലുകാച്ചി അല്ല, വെള്ളൂന്നി, പിന്നെ നെടുമ്പോയി, അങ്ങനെ ആ ഭാഗം. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ മറ്റേ ഇത് ഇരിട്ടി റേഞ്ച് അങ്ങനെ വരും. ഞാനത് ചോദിക്കാൻ കാരണേ, മറ്റേ ഏപ്രിൽ മാസത്തിന് ഞാൻ ഇതിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കാഷ്ടം കണ്ടതും. അപ്പൊ അന്ന് ഇങ്ങനെ ഞാനിങ്ങനെ പുള്ളി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു. അപ്പൊ ആ പറഞ്ഞ കഥയ്ക്കകത്തൊരു സുഗുണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ഒരു സുഗുണൻ ഉണ്ട് ഇവിടെ. പക്ഷെ ആ സുഗുണൻ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് ഈ ഞാനൊക്കെ ഞാനിവിടെ കുടിയേറുന്ന കാലത്ത് ഈ പറഞ്ഞ കടുവയുടെ ഇത് സാന്നിധ്യം കണ്ടിട്ടുണ്ട്. സാന്നിധ്യം പറഞ്ഞാൽ ചവിട്ട് കണ്ടിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ കാഷ്ടം കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആ സാന്നിധ്യം കാണുന്നുണ്ട്. പക്ഷേ ഒരു കടുവയുടെ ആയുസ് 20 വർഷമൊന്നും ഇല്ലല്ലോ. ഒരു 10-15 വർഷമൊക്കെ ഉള്ളൊരു കടുവയുടെ ആയുസ് എന്നാണ് എൻ്റെ അറിവ്. പിന്നെ അത് എത്രമാത്രം പൂർണ്ണമാണെന്ന് കരുതില്ല. ഒരു 10-15 വർഷം ആയുസേ ഉള്ളൂ. ഇനി ഒരു വർഷം കൂട്ടിയിട്ടോ, എന്നാലും 20 വർഷമായാലും ഇപ്പം ഒരു പൂർണ്ണമായ രൂപത്തിലുള്ളൊരു ജീവി ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ കടുവ തന്നെ വരുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും സാന്നിധ്യം കാണിക്കുന്നുണ്ട്. ഇത് കാഷ്ടമായിട്ടും മൂത്രമായിട്ടും. പിന്നെ ഇവർ ഈ മാർക്ക് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ടെറിട്ടറി മാർക്കിംഗ് ആവാം. നിലത്ത് ഇങ്ങനെ കാലുകൊണ്ട് മാന്തി അതൊരു ടെറിട്ടറി മാർക്കിംഗ് ആണെന്നാണ് പറയുന്നത്. എന്തോ എങ്ങനെ ആയിക്കോട്ടെ, ഏതായാലും അങ്ങനെയും കാണുന്നുണ്ട്. അപ്പം ഇത് അവര് പെരുകുന്നതാവാം. മീൻസ് ഒരു ആള് ചത്തോ അല്ലെങ്കിൽ സ്ഥാനാരോഹണം സ്ഥാനം ഒഴിയുമ്പോൾ അടുത്ത ആള് സ്ഥാനാരോഹണം ചെയ്യുന്നുണ്ടാവണം. നേരിട്ട് കണ്ടിട്ടുണ്ടല്ലേ? നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ മിഴി മാത്രമേ കണ്ടിട്ടുള്ളൂ, പൂർണ്ണ രൂപത്തിൽ കണ്ടിട്ടില്ല. ഞാനിവിടെ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഒരു 2-3 വർഷം മുമ്പ് ഇവിടെ റബ്ബർ വെട്ടുന്നില്ല. എത്ര മണിക്കാ? അത് രാവിലെ ഒരു 3 മണി 3:15 ആ സമയത്താണ് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടു. പെട്ടെന്നിലായിട്ട് നോക്കിയപ്പോൾ ആകെ ഒരു ചുവന്ന മിഴിയല്ലാതെ നല്ല രക്തച്ചോപ്പിൽ മിഴി കണ്ടു. അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ഞാനൊരു മനുഷ്യനല്ലേ, ഞാൻ ഒന്ന് പേടിച്ചു. ഇതെന്താ സൗണ്ട് കേട്ടിട്ടാ പേടിച്ചാലാണ്, കണ്ണ് കണ്ടിട്ടല്ല. പിന്നെ അന്നേരം ഞാൻ ഇച്ചിരി സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ പിന്നെ ഇതിനെ കണ്ടിട്ടേ ഇല്ല. അത് ഇതിലേ പോയി കണ്ടിട്ടില്ല. പിന്നെ മറ്റു സൗണ്ടും കേട്ടിട്ടില്ല, ഈ മിഴിയും കണ്ടിട്ടില്ല. അത് എത്ര അടുത്ത സംഭവം? അതൊരു 50 മീറ്റർ, മാക്സിമം 50 മീറ്റർ നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ കാണുമ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കുക, ലൈറ്റ് അടിക്കുമ്പോൾ ഫേസ് ടു ഫേസ് ആണ് നിൽക്കുന്നത്. പക്ഷെ അതൊരു ഒരു 10 സെക്കൻഡേ കിട്ടിയുള്ളൂ എനിക്ക്. അതിന്റെ ബോഡി കാണാൻ പറ്റിയില്ല. അപ്പം ഈ ചുവന്ന മിഴി കടുവയുടെ ആണെന്ന് എനിക്കറിയാം. പിറ്റേ ദിവസം അന്ന് പകല് ഞാനിവിടെ റോഡിലിറങ്ങി നോക്കിയപ്പോൾ ഇവന്റെ സാന്നിധ്യം കണ്ടിട്ടുണ്ട്. മീൻസ് ഈ കാഷ്ടം കണ്ടു, പിന്നെ മാന്തിയിട്ടുണ്ട്. അന്നേരം മനസ്സിലായി പണി വന്ന പണിക്കാരും പലപ്പോഴും കണ്ടിട്ട് പണിക്കാരും പലപ്പോഴും കാണാറുണ്ട്. അത് അലർച്ച കേൾക്കാറുണ്ട്. ഇവർ ഈ ഒരു നമ്മൾ അലറുക, കടുവ അലറുക എന്നൊക്കെ പറയാം.
ഒരു ഭീകരമായ സൗണ്ട് ഉണ്ടാക്കും. ആ സൗണ്ട് കേൾക്കും, മുരൾച്ച. അതെ, കടുവയുടെ മുരൾച്ച കേൾക്കാം. കടുവയാണ് പുലിയാന്നൊന്നും ഞാനൊന്നും ഉറപ്പിച്ച് പറയുന്നില്ല. എന്തായാലും എനിക്ക് ക്യാമറയുണ്ട്. ആ ക്യാമറയിൽ പുലിയെ കണ്ടേക്കുന്നത്, കടുവയല്ല. കടുവയെ കണ്ടിട്ടില്ല, പുലിയെ കണ്ടു. ഒരു 2-3 പ്രാവശ്യം പുലിയെ കണ്ടു. പക്ഷെ ആർക്കെങ്കിലും ഒരു മനുഷ്യനുമായിട്ടൊരു ഒരു സമ്പർക്കത്തിലേക്ക് വരാനൊന്നും താല്പര്യപ്പെടുന്നില്ല. അവൻ ഒളിച്ച് കളിക്കുന്ന ഒരു നാങ്കുണിങ്ങി പോലെയാ. പിന്നെ ആരെങ്കിലും ഇവിടെ ഒരു ഒച്ച കണക്കൊക്കെ കേട്ടോ പിന്നെ ഈ പ്രദേശത്തേക്കില്ല. അവൻ ആ റോഡിൽ പോയി അവരുടെ ഒരു വഴിത്താറ പോലെയാ. മറ്റു മൃഗങ്ങൾ, ഏത് മൃഗങ്ങളായാലും അത് ആ റോഡിൽ കൂടി തന്നെ നേരെ പോവുകയുള്ളൂ. ഈ പറമ്പിലേക്ക് ഇറങ്ങുന്നത് നേരെ അപ്പുറത്തേക്ക് പോയ കശുമാവാണ്. കശുമാവൻ തോട്ടങ്ങൾ ആയതുകൊണ്ട് അത് ഈ അണ്ടിക്കാലത്ത് മാത്രമേ പറമ്പിൽ വരുന്നുള്ള ആൾക്കാർ. അപ്പം കാടായിട്ട് കിടക്കുക. അപ്പം സ്വാഭാവികമായിട്ട് അപ്പുറത്തെ ഫോറസ്റ്റിൽ നിന്ന് ഈ പറമ്പുകളിലേക്ക് പുല്ല് തിന്നാനോ അല്ലെങ്കിൽ ആ മാതിരി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഇറങ്ങിപ്പോകുന്നതാ. പിന്നെ എപ്പോഴേലും തിരിച്ചു വരിക, ഡെയിലി പോവുകയും വരികയും ചെയ്യുന്നതല്ല. അവർ ഒരു പോക്കങ്ങ് പോയാൽ പിന്നെ എന്തെങ്കിലും ചിലപ്പോൾ തിരിച്ചു വരും. പോകുന്നവരെയും വരുന്നവരെയും കാണാറുണ്ട്. പക്ഷെ ഇപ്പം ഒരു 2-3 വർഷമായിട്ട് ഇവരുടെ എണ്ണം കുറഞ്ഞു. എണ്ണം കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇക്കൊല്ലത്തെ വീഡിയോ ഫുട്ടേജിൽ ഒരു 10 പ്രാവശ്യത്തിൽ കൂടുതൽ മൃഗങ്ങളെ ഒന്നിനും കണ്ടിട്ടില്ല. ആകെ കാണുന്ന കുരങ്ങിനെയാ, വേറൊരു സാധനം കാണുന്നില്ല. കുരങ്ങുണ്ട്, വെള്ളക്കുരങ്ങ്. അത് നമുക്ക് ഉപദ്രവമൊന്നും വരുന്നില്ല. പിന്നെ കൊടിയൊക്കെ കയറും ചാടി കളിക്കും. ഇവിടുന്ന് ഈ അടുത്ത പ്രദേശത്തല്ലേ ഈ അടുത്ത് പുലിയെ പിടിച്ച കൂട് വെച്ച് പിടിച്ചത്? അത് കുറച്ച് താഴെയാണ്, ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയിൽ നിന്ന് പിടിക്കുന്നു പറഞ്ഞാൽ അതൊക്കെ പ്രായമായ കടുവയും അല്ലെങ്കിൽ പുലി, ഈ ഇര തേടാനാവാത്ത ഒരു നായാട്ടിന് പറ്റാത്തൊരു പ്രായമാകുമ്പോൾ അവർ നാട്ടിലിറങ്ങി കെട്ടിയിട്ടേക്കുന്ന പട്ടി അല്ലെങ്കിൽ ആട് അല്ലെങ്കിൽ കന്നുകാലി ആ മാതിരിയുള്ള അതിനെ പിടിക്കുന്നു. അവർക്ക് വിശക്കുമല്ലോ, അവർക്ക് ഭക്ഷണം വേണ്ടേ. അപ്പം അങ്ങനെ പിടിക്കുന്നതേ ഉള്ളൂ. അപ്പം അതിനെ പിടിച്ചോണ്ട് പോയി. പിന്നെ അതിൻ്റെ ബാക്കി ഹിസ്റ്ററി ഞാൻ അന്വേഷിച്ചില്ല. നമുക്ക് ആവശ്യമില്ലാത്ത കേസായോട് ഞാനത് അന്വേഷിക്കാൻ പോയിട്ടില്ല. പക്ഷെ അതും വളരെ അപൂർവമായിട്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ വെണ്ടേക്കിഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നത് ഈ വർഷം മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിനു മുമ്പ് വന്നിട്ടില്ല. നാട്ടിലിറങ്ങി എന്തെങ്കിലും ശല്യം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അടയ്ക്കാത്തൊരു സൈഡിൽ മറ്റേ പാലുകാച്ചിക്ക് പോകുന്ന വഴിക്ക് അവിടെ 2 വർഷം മുമ്പ് ഇറങ്ങിയായിരുന്നു. അതിനെ ഈ പറഞ്ഞതുപോലെ പിടിച്ചോണ്ട് പോവുമോ, ഓടിച്ചു വിടുക, എന്തോ സംഭവിച്ചു. അവിടെ ആടിനെ പിടിക്കുക, 1-2 ആടിനെ പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നീട് അതിന്റെ അനക്കം കേട്ടിട്ടില്ല. എന്തായാലും ഇപ്പൊ ജനവാസ മേഖലയിൽ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. ജനവാസ മേഖലയിൽ അതിന് കാരണം ഇതാണ്. ജനവാസ മേഖലയിൽ നന്നായിട്ടൊന്നും ഇറങ്ങുന്നില്ല. 1-2 അവിടെ ഇവിടെയൊക്കെ ഇറങ്ങുന്നുണ്ട്. അതിനകത്ത് കാരണം ഇതാണ്, ഇവർക്ക് വയസ്സാകുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങിയാലും വല്ലതും തിന്നാൻ കിട്ടുള്ളൂ. അതതിന്റെ കാര്യം. അതുപോലെ പന്നിയാണേലും നാട്ടിലേക്ക് ഇറങ്ങിയാൽ വല്ലതും തിന്നാൻ കിട്ടും. ആനയില്ല ഈ പ്രദേശത്താണ്. ആന സാധാരണ ജനവാസ മേഖലയിലൊക്കെ ഇറങ്ങുന്നതിന് എന്തെങ്കിലും ചേട്ടൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കാരണം? ആന ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പറഞ്ഞാൽ കാട്ടിൽ തിന്നാനൊന്നുമില്ല. സ്വാഭാവികമായിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയാൽ തെങ്ങുണ്ട്, വാഴയുണ്ട്, പുല്ലുണ്ട്, നട്ടു വളർത്തുന്ന പുല്ലുണ്ട്. പിന്നെ അധികം അധ്വാനിക്കാൻ വേണ്ട, കാര്യമായിട്ട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. മറ്റേ അവിടെ ഇല്ലിയും ഇല്ലി ഇതൊക്കെയല്ലേ ഉള്ളൂ. ഇല്ലിയെല്ലാം പൂത്തും കെട്ടും പോയി. ഇല്ലി പൂത്തതോടുകൂടി ഇല്ലി കഴിഞ്ഞില്ലേ. പിന്നെ ആനയ്ക്ക് വേണ്ട, കാര്യമായിട്ട് തിന്നുന്നില്ല. കാരണം അതിനേക്കാളും കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചക്കയുണ്ട്. നമ്മുടെ നാട്ടുമൃഗത്തേക്ക് ഇറങ്ങിയാൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന പുല്ലുണ്ട്, കന്നുകാലിക്ക് വേണ്ടി നട്ടു വെക്കുന്ന പുല്ലുണ്ട്. പിന്നെ വാഴയുണ്ട്, വാഴക്കൊലയുണ്ട്, തേങ്ങ കിട്ടാനുണ്ട്, തേങ്ങയോ കരിക്കോ അവന് വേണ്ടുന്ന എല്ലാം കിട്ടാൻ വേണ്ടി. ആദ്യം കൊല തിന്നിയല്ലായിരുന്നു കേട്ടോ ആന, ഇപ്പൊ കൊലയും തിന്നുന്നുണ്ട്. അതായത് ഈ മൃഗങ്ങളും ഇതിനനുസരിച്ച് മാറുന്നുണ്ടെന്ന് തോന്നുന്നു. മാറുന്നുണ്ട് സ്വഭാവ രീതികൾ. പണ്ട് നമ്മൾ കപ്പ തിന്നോണ്ടിരുന്നത് നമ്മളിപ്പോ കപ്പ തിന്നുന്നില്ലല്ലോ, ഇപ്പം ബിരിയാണി അല്ലേ വേണ്ടു എന്ന് പറഞ്ഞതുപോലെ അവരും ഹൈടെക് ആകുന്നു. അവരും മനുഷ്യൻ പോലെ തന്നെ ഹൈടെക് ആകുന്നു. അത് ഓരോരോ ജീവിത സാഹചര്യത്തിനനുസരിച്ച് അവരും മാറി വരുന്നു. നമുക്ക് ഇന്നത് ഇപ്പൊ പണ്ട് പറയുന്ന പോലെ ഇന്ന ജീവിയല്ല, അല്ലെങ്കിൽ ഇന്ന സാധനം ഇന്ന ജീവി ഇന്നത് ഇന്നയില്ലെന്നൊന്നും അങ്ങനെ പറയാനാവില്ല. അത് മാറിക്കൊണ്ടിരിക്കും. അത് കാലാവസ്ഥയ്ക്കനുസരിച്ചും കാലത്തിനനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. അത് നമുക്ക് അങ്ങനെ പ്രകൃതിയുടെ ഒരു സിസ്റ്റമാണ്. അത് പ്രകൃതിയുടെ ഒരു കളിയാണ്. അതിനകത്ത് നമുക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മളാണേലും ഒരു 50 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനുഷ്യന്റെയും ഇതൊക്കെ സ്വഭാവം മാറുന്നുണ്ട്, ശൈലികൾ മാറുന്നുണ്ട്, ജീവിത രീതി മാറുന്നുണ്ട്. അപ്പൊ അത് തന്നെ മൃഗങ്ങളിലും വരുമല്ലോ. ജീവിത രീതി മാറും, ശൈലി മാറും. പിന്നെ കാട്ടിലാകുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം ഒരു പക്ഷേ. പിന്നെ പ്രത്യേകിച്ച് ഈ മലാനാണേലും പന്നിവിനെ കാടിനകത്തൂടെ നടക്കും. മലാനൊക്കെ ആണെങ്കിലും തെളിഞ്ഞ പ്രദേശങ്ങളിലൊക്കെയാണ് താല്പര്യപ്പെടുന്നത്. അവർ ഒളിച്ച് കിടക്കാൻ മാത്രമേ കാട് ഉപയോഗിക്കുന്നുള്ളൂ. കുറച്ച് വെട്ടം വെളിച്ചാൽ അതായത് അവന് നോക്കിയാൽ പരിസരം മുഴുവൻ കാണണം. പുല്ലുള്ളതായിരിക്കണം, അവന് തിന്നാൻ പുല്ല് കിട്ടണം. പക്ഷെ അവൻ ഒളിവിൽ കഴിയുന്നത് എപ്പോഴും പരിസരം കാണാവുന്നൊരു പ്രദേശത്താണ് കിടക്കുക. വല്ല കയ്യാലയുടെ ചോട്ടിലോ അതല്ലെങ്കിൽ ഒരു മരം ഒടിഞ്ഞു കിടപ്പുണ്ടോ അതിന്റെ ചോട്ടിലോ അങ്ങനെയൊക്കെ അവൻ കിടക്കാറുള്ളൂ. അപ്പം നാട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ
ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. അവന് ശത്രുക്കളില്ല. ഇല്ല, മനുഷ്യനല്ലേ ഉള്ളൂ ശത്രുക്കൾ. മനുഷ്യൻ തമ്മിൽ ശത്രുക്കളാണെന്ന് അവനും അറിയാം. അവനെ ഉപദ്രവിക്കാൻ ആരുമില്ല. അപ്പൊ അവന് സ്വതന്ത്രമായിട്ട് നടക്കാം, തിന്നുകയും ചെയ്യാം. പന്നിക്കോ തന്നെയാണ്. പന്നി ടൗണിൽ പോലും പന്നിയായില്ലേ. അപ്പൊ പിന്നെ നമ്മുടെ ഗ്രാമങ്ങളിൽ പറയാനില്ല. ടൗണിൽ പോലും മലാനും പുള്ളിമാന് എല്ലാ സാധനങ്ങളും ടൗണിലേക്ക് ഇറങ്ങുന്നില്ലേ. അവരുടെ ഭക്ഷണശീലം തന്നെ മാറിയില്ലേ. തീർച്ചയായിട്ടും. ഇത് കുരങ്ങിന്റെയോ വീട്ടിൽ കയറി തിന്നുന്നില്ലേ. അവർക്ക് കാട്ടിലെത്തിയിട്ടേ വേണ്ടല്ലോ. അത് കഷ്ടപ്പാടുണ്ട്. അപ്പൊ അവര് കുറച്ചൊരു ഹൈടെക് ആയി മനുഷ്യനുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചെടുത്ത് നിന്നാ പോരെ. അതങ്ങനെയാ. അത് മാറിക്കൊണ്ടിരിക്കുന്നത് കാലത്തിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിന് നമുക്കിപ്പോൾ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് പറമ്പിലേക്ക് കയറി പോവാം. അവിടെ വേറെ കാണാനുണ്ട്. ചേട്ടൻ്റെ പറമ്പൊന്ന് കാണാം കേട്ടോ. നമുക്ക് ഈ പറമ്പൊക്കെ നോക്കിയാൽ കാണാം. എവിടെ നോക്കിയാലും കൊടിമരങ്ങളാണ് കേട്ടോ. നമ്മൾ പറമ്പിൽ കൂടെയാണ് വേറെ പോകുന്നത്. ഇതിൻ്റെ വഴി ഉണ്ടായിരുന്നു. നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ തങ്ങുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കും. ഇവിടെ വന്നിരിക്കുക വെച്ചാൽ കസേരയിട്ട് ഇങ്ങനെ ഇരിക്കും. കസേരയൊക്കെ ഇട്ട് അവിടെ ചുമ്മാ ഇവിടെ വന്നിരിക്കും. നല്ല വ്യൂ അല്ലേ. ഇത് നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെയുണ്ട്, മുകളിലുണ്ട്. ഒരു എന്താ പറയുക, ഇവിടെ ഇരുന്ന് കാഴ്ച കാണാനാ. വൈകുന്നേരങ്ങളിൽ നമുക്ക് ഒറ്റയ്ക്കാണെങ്കിൽ പോലും, ഇനിയിപ്പം വേറെ ആരും കൂട്ടുന്നില്ലേ പോലും, ഒറ്റയ്ക്കാണെങ്കിലും കാണാൻ അങ്ങനെ നല്ല ഒരു വിശാലമായ ഒരു ഭൂപ്രദേശമുണ്ട്. അവിടെ രാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി വേറെ. കാണാൻ ഒരു അന്യായ ഭംഗിയുണ്ട്. വൈകിട്ട് ഇവിടെ ഒരു കസേരയൊക്കെ ഇട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇരുന്നാൽ കാണാനുണ്ട്. ഇവനെ ഇതിലൊരു വഴി കാണുന്നു ഇങ്ങനെ. ഇതെന്തോ പയറോ? ഈ തോട്ടപ്പയറല്ലേ. ചേട്ടൻ ചെരുപ്പിടാൻ തന്നെയാണ് മൊത്തം പോകുന്നല്ലേ? ഞാനങ്ങനെ ചെരുപ്പ് ഉപയോഗിക്കാറില്ല പൊതുവെ. പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ. ഇത് ഏതാ? അത് കേളകം ഇരട്ടത്തോടാണ് കാണുന്നത്. ആ പുഴ കാണുന്നത് ഇരട്ടത്തോട് പുഴയാ. ഓഹോ, ആ പുഴ അല്ലേ. അതിന്റെ വലതുവശത്ത് കാണുന്നത് കേളകം ടൗണാണ്. ഈ കാണുന്നല്ലേ. അതിന്റെ പുഴയുടെ നേരെ ഇടതുവശത്ത് കാണുന്നത് ചുങ്കക്കുന്ന് ഹോസ്പിറ്റൽ. ഏതാ ഇതാ? ആ ചുങ്കക്കുന്ന് ഹോസ്പിറ്റലും അതിന്റെ അപ്പുറത്ത് പള്ളി. ഈ കാണുന്ന താഴെ കാണുന്നത് ചുങ്കക്കുന്ന് ഹോസ്പിറ്റൽ. ഇപ്പോഴും ആ മോളിൽ കാണുന്ന ഏലപ്പൊടി അതൊക്കെയാ? ഏലപ്പൊടി കുറെ കൂടെ മോള് ഏറ്റവും ടോപ്പിൽ കാണുന്ന പച്ച. ഈ പച്ച തെളിഞ്ഞു കിടക്കുന്ന ഏറ്റവും ടോപ്പിൽ കാണുന്നത് പച്ച ഏലപ്പൊടിയാ. ഏലപ്പൊടിയാ പുൽമേട് മറ്റേ ഇതില്ലേ, മനസ്സിലായി. ഹിറ്റാച്ചി. അതന്നെ ഹിറ്റാച്ചി കുന്നൊക്കെ വെള്ള കാണുന്നല്ലേ. പാൽത്തു ജാൻവർ പിടിച്ച. അതെ, പാൽത്തു ജാൻവർ സിനിമ എടുത്ത പ്രദേശം. കല്ല് വെട്ടുന്ന പണയാ കാണുന്നത് അവിടെ. ആ ചോപ്പ് കാണുന്നത് കല്ല്. ഇതൊക്കെ എന്താ ഫോറസ്റ്റാ? ഇത് ഫോറസ്റ്റ് അല്ല, പ്രൈവറ്റ് ലാൻഡാണ്. ഇതെല്ലാം പ്രൈവറ്റ് ലാൻഡാണ്. അയാൾ ഇങ്ങോട്ട് വരാറില്ല, നോക്കാറില്ല. എത്രയോ വർഷങ്ങളായി. ഇപ്പോൾ അയാൾ ഒരു 18 വർഷത്തോളമായി ഈ സ്ഥലം എടുത്തിട്ടിട്ട്. പക്ഷെ അയാൾ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവിടെ ഇവിടെ ഈ സ്ഥലം ഒന്ന് നിരത്തി കിട്ടുന്നു. ഫോറസ്റ്റ് അല്ല ഇത് അപ്പുറത്ത് കാണുന്നത് ഫോറസ്റ്റാണ്. എവിടം വരെ ഉണ്ടാവും? അതങ്ങനെ അങ്ങോട്ട് അവിടെ ആ പാറ കാണുന്നത് വരെ ഫോറസ്റ്റാണ്. അവിടെ വരെയുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള പ്രൈവറ്റ് കഷ്ണമായിട്ട് ഇങ്ങനെ നടക്കുക. ഇത് തുണ്ട് ഫോറസ്റ്റാണ്. അല്ലാണ്ട് ഒരു വലിയ ദീർഘദൂരം കിടക്കുന്ന ഫോറസ്റ്റ് അല്ല. വേറെ ഫോറസ്റ്റുകളുടെ ലിങ്കും ഇല്ല. ഇങ്ങനെ കഷ്ണങ്ങൾ കിടക്കുന്ന. ഒരു പക്ഷേ ഇവിടേക്ക് തന്നെ ആയിരിക്കും ഇതെല്ലാം ഇങ്ങനെ. ഈ തന്നെ ആയിരിക്കും. ഇതിനകത്ത് തന്നെ ഉണ്ടാവും. അതിപ്പോ നമുക്ക് നമ്മൾ നോക്കുന്നില്ലല്ലോ. നമ്മളതിനകത്ത് കയറുന്നില്ല. നമുക്ക് പറമ്പ് പണിക്കാൻ നേരമില്ല. പിന്നെ അല്ലേ കാട്ടിൽ കയറുന്നത്. എന്താ പറയുന്നത്? ഇവിടെ കാണുന്ന ഈ മാതിരിയുള്ള വലിയ വലിയ ചളക്കുകൾ കാണുന്നില്ലേ, അതൊക്കെ 1921 അതായത് 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ആ വെള്ളപ്പൊക്കം 1921-22 കാലഘട്ടത്തില് വലിയ വെള്ളപ്പൊക്കം, പ്രളയം. അത് വെള്ളപ്പൊക്കം നമുക്കിവിടെ ബാധിക്കുകയല്ല. പക്ഷെ ഉരുൾപൊട്ടൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മലമ്പ്രദേശം മുഴുവൻ ഉരുൾപൊട്ടിപ്പോയതാ. അതിന്റെ ഫലമായിട്ടുണ്ടായതാണ് താഴെയുള്ള സമതലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ചെരുവ്, ഈ ചളുക്ക് കാണുന്നത്, തോട് പോലെ ഈ ഗ്യാപ്പ് കാണിക്കുന്നത് ഉരുൾപൊട്ടിപ്പോയി. അതിന്റെ ലക്ഷണങ്ങളുടെ മുകളിലുണ്ട്. വ്യക്തമായ തെളിവ് കിടപ്പുണ്ട്. ഒരു 50 കൊല്ലത്തിന് മേലെ പ്രായമുള്ള മരങ്ങൾ ഈ ഉരുൾപൊട്ടിപ്പോയ പോയിന്റുകളിലുണ്ട്. സോ അത് 50 വർഷം ഞാനങ്ങ് പറയുന്നതാണ്. ഇവിടെ ജനവാസം ഉണ്ടായിരുന്ന പ്രദേശമാണ്. അപ്പൊ അവരൊക്കെ മരം മുറിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ തേക്ക് കൃഷി ഉണ്ടായിരുന്നു. തേക്കും കൂപ്പായിരുന്നത്. അതിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഉണ്ട്. ആ തേക്കിന്റെ ഉണങ്ങിപ്പോയ ആ പറമ്പിൽ കൂടി ഒക്കെ ഉണ്ട്. അതെല്ലാം പറമ്പുകൾ. ആ കാണുന്ന കുന്നൊക്കെ പറമ്പുകൾ തന്നെയാണ്. അതെല്ലാം പ്രൈവറ്റ് ലാൻഡുകൾ തന്നെയാണ്. അതിന്റെ അങ്ങേ സൈഡിലേക്ക് വരുമ്പോൾ ഫോറസ്റ്റ് ആയിട്ട് വരും. അതായത് ഇവിടെ ഫോറസ്റ്റ് ആയിട്ട് വന്നത് വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന, അതായത് കൃഷിക്ക് യോജ്യമല്ലാത്ത സ്ഥലങ്ങൾ അന്ന് കർഷകർ കയ്യേറ്റം നടത്തിയില്ല.
അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് കിടന്നതല്ല ഫോറസ്റ്റ് ആയിട്ട് വന്നു. അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള സ്ഥലം അത് സ്വാഭാവികമായിട്ട് സർക്കാരിലേക്ക് കണ്ട് കേട്ടപ്പെട്ടു, അങ്ങനെ ഫോറസ്റ്റ് ആയിട്ട് രൂപാന്തരപ്പെട്ടതേ ഉള്ളൂ. അല്ലാതെ ഇതൊരു അതുകൊണ്ടാണ് ഈ തുണ്ട് ഫോറസ്റ്റായി വന്നത്. കഷ്ണങ്ങളെല്ലാം ഒരു കൂടിപ്പോയ ഒരു 10-50 ഏക്കർ അത്രയും വിസ്തൃതി ഉണ്ടാവുള്ളൂ ഒരു ഫോറസ്റ്റിന്. 14 സെന്റ് വരെയുള്ള ഫോറസ്റ്റ് ഇവിടെ. വെറും 14 സെന്റിന്റെ ഫോറസ്റ്റ് വരെ ഉണ്ട്. അതെല്ലാം ഫോറസ്റ്റ് ആണ്. കാര്യം ഫോറസ്റ്റിന്റെ അണ്ടറിലാണ്. പക്ഷെ 14 സെന്റ് മുതൽ ഫോറസ്റ്റ് അല്ല, റിസർവ് അല്ല, റിസർവും അല്ല, വൈൽഡ് ലൈഫും അല്ല, തുണ്ട് ഫോറസ്റ്റ്. യഥാർത്ഥത്തിൽ തുണ്ട് ഫോറസ്റ്റ് ആണ്. പക്ഷെ റിസർവിന്റെ അവരുടെ അണ്ടറിലാണുള്ളത്. അവർ ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റുകൾ തമ്മിൽ കണക്ഷൻ ഇല്ല. ഒരു തരത്തിലും ബന്ധമില്ല. മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഇടയ്ക്കൊരു ഇവിടുന്ന് ഒരു 200 മീറ്റർ ഫോറസ്റ്റ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രൈവറ്റ് ലാൻഡ്. അതിന് 50-60 ഏക്കർ സ്ഥലത്തോളം അത് അങ്ങനെ കിടക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം പോയി കഴിഞ്ഞാൽ വേറൊരു ഫോറസ്റ്റ് ഉണ്ട്. അങ്ങനെ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. അതായത് പാറക്കെട്ട്, വലിയ കുത്തനെ കിടക്കുന്ന സ്ഥലങ്ങൾ, കയറി നടക്കാനോ ഇറങ്ങി നടക്കാനോ പറ്റാത്ത കുത്തനെ കിടക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇത് ഫോറസ്റ്റ് ആയിട്ട് രൂപാന്തരപ്പെട്ടത്. അങ്ങ് ദൂരെ കാണുന്ന ആ കെട്ടിടം അതൊക്കെയോ? അത് പേരാവൂര്. ഇവിടുന്ന് പേരാവൂർക്ക് എന്തായാലും 15 കിലോമീറ്റർ അല്ലേ? 15 പോരാ. കേരളത്തിൽ 7-3 10 10-5 15 20 കിലോമീറ്ററോളം ഉണ്ട്. ഇത്ര ഉണ്ടല്ലോ. പേരാവൂർ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അങ്ങ് ദൂരെ കാണുന്നത്. ഇതിൻ്റെ ഇപ്പുറം കാണുന്നത് ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ കണിച്ചാറ് അല്ലേ? അത് കണിച്ചാറ്. അതിനിപ്പുറം പുഴ പെരുന്താനമാണ്. ഇത് കേളകം, ഇത് ചുങ്കക്കുന്ന്, കൊട്ടിയൂർ, അങ്ങനെ പോയി വയനാട് വരെ പോകും കേട്ടോ. നമ്മൾ ശരിക്കും ആ കുന്നിന്റെ അങ്ങേ സൈഡും വയനാട്. പശ്ചിമഘട്ടത്തിന്റെ നടുക്കോടല്ലേ? അതെ, പശ്ചിമഘട്ട മലനിരകളായത്. പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നതാണ് ഇത്. ചവിട്ടിക്കോടെയാണ് ഈ സ്ഥലം എല്ലാം. അതെ, ഈ മലനിരകൾക്കാണ് പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത്. പിന്നെ ആ കാണുന്ന കുന്നിന്റെ അങ്ങേ സൈഡും വയനാടാ. വലിയ ബോർഡർ. അത് വയനാടിന്റെ ബോർഡറായി. ഇത് ആ മലയുടെ അപ്പുറത്തെ സൈഡും വയനാട്. അതിന്റെ അപ്പുറത്തെ സ്ഥലം പേരിയ അല്ലേ? പേരിയൊക്കെ വരുന്നത്. ഏതായാലും ഇപ്പുറത്ത് കർണാടക. ഈ കാണുന്ന ഒത്തിരി മലകൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. അതുകൊണ്ടോ എത്ര മല. ഇതെല്ലാം പശ്ചിമഘട്ടത്തിൽപ്പെട്ട മലനിരകളാണ് കേട്ടോ. ഇവിടെ വേറെ ഒരു ഒച്ചയും കേൾക്കൂലല്ലേ സത്യം പറഞ്ഞാൽ? ഒരു ശല്യവും ഇല്ല. ആകെപ്പാടെ വല്ലപ്പോഴും വല്ല ഇത് കിളികൾ കരയുന്നതോ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം കുരങ്ങ് അടി ഉണ്ടാക്കുന്ന സൗണ്ട് കേൾക്കാം. പിന്നെ വല്ല അണ്ണാൻ്റെ ഒക്കെ ഒച്ച. അത്രയും ഉള്ളൂ. വളരെ ശാന്തം. നീ ഈ ചുരുളി സിനിമ കണ്ടിട്ടുണ്ടോ? ചുരുളി ഏതാണ്ട് ആ ഒരു സെറ്റപ്പാണ് ഇത്. എന്ന് പറഞ്ഞാൽ ഒറ്റ റോഡേ ഉള്ളൂ ഇങ്ങോട്ട്. റോഡ് വന്നാൽ ഈ പറമ്പ് എൻ്റെ പറമ്പ് കൊണ്ട് തീരാണ്. പിന്നെ ഇവിടുന്ന് വേറെ കണക്ഷൻ ഇല്ല. ഒന്ന്. രണ്ടാമത് ഈ പ്രദേശത്ത് നിന്ന് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വീടോ ഒരു മനുഷ്യനോ ഇല്ല. അണ്ടിക്കാലമാകുമ്പം കശുമാവ് അണ്ടി പെറുക്കാൻ ആൾക്കാർ വരുന്നു, അവർ അണ്ടി പെറുക്കുന്നു, പോകുന്നു. മറ്റ് ഒരു ശല്യങ്ങളും ഇല്ല. ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരാൻ, നായാട്ടുകാർ പോലും. കാരണം നായാട്ടിന് വരാൻ മൃഗങ്ങളില്ലാതെ നായാട്ടിന് വരികയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ശല്യം പോലും ഇല്ല. വളരെ ശാന്തം. ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരികയില്ല. വന്നാൽ ഇവിടുന്ന് പോവുകയില്ല. പോയാലത്തിന് വേറൊന്നല്ല, ഇതിങ്ങനെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുന്നില്ല. ഒരു അതിൻ്റെ ഒരു ചെറുപ്പക്കാരുടെ ഭാഷ പറഞ്ഞാൽ അതിൻ്റെ ഒരു വൈബിൽ അങ്ങനെ നിൽക്കും. അവരങ്ങനെ ആഘോഷിക്കുകയാണ് ഇവിടെ. അല്ല, ചേട്ടൻ ഇപ്പോൾ പറഞ്ഞാൽ വന്നാൽ ഇവിടുന്ന് പോയില്ലെന്ന് പറഞ്ഞാൽ മറ്റേ ചുരുളിക്കാത്ത ഡയലോഗ്. അങ്ങനെ വന്നാൽ ഇവിടുന്ന് പോയില്ല, അങ്ങനെ ഞാനും വിടാഴികയല്ല, പോകാൻ തോന്നിയില്ല. അതതിനകത്ത്. കാരണം അത്രയും ശാന്തമാണ്, നല്ല ക്ലൈമറ്റാണ്. വയനാട്ടിൽ ചെന്നതുപോലെ. വയനാട്ടിൽ ചെന്നാലും നമുക്കൊരു ഇറിറ്റേഷൻ തോന്നിയല്ലോ. ചൂടില്ല, പിന്നെ കടുത്ത മഴയില്ല. ഇനി ചൂടുകാലത്താണെങ്കിൽ പോലും നമുക്ക് സഹിക്കാൻ മേലാത്തൊരു ചൂടില്ല. ഇവിടെ നമുക്ക് ഏത് വെയിലത്തും കയറി നിൽക്കാം. ഒരു പ്രശ്നവുമില്ല. നമുക്ക് അങ്ങനെ വേർക്കോ അല്ലെങ്കിൽ ഒരു ഫാനിന്റെ കീഴെ നിൽക്കാൻ നമുക്ക് തോന്നിയില്ല. അതിന് ആവശ്യമില്ല. അതിനുള്ള ചൂടൊന്നും ഇല്ല ഇവിടെ. ശരിക്കും ഒരു വയനാടൻ ക്ലൈമറ്റ്. മണ്ണിന് വയനാടൻ മണ്ണല്ല, നമ്മുടെ നാടൻ മണ്ണ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ മണ്ണിന് വേറൊരു കുഴപ്പമുണ്ട്. കൃഷിയൊന്നും ഇറക്കാത്ത മണ്ണായതുകൊണ്ട് പിന്നെ ഇത് വിളവ് കൂടും എന്തിനും. കാരണം ഇതിപ്പം ഞാൻ പറയല്ലോ, ഇവിടെ ഇത് കാര്യമായിട്ട് കിടക്കായിരുന്നു. ഞാൻ ഈ ഭൂമി എടുക്കുന്ന കാലത്ത് ഫോറസ്റ്റും ഇത് ഒരുപോലെയായിരുന്നു. അത് ഞാൻ പഴയ കാരണവർ പറയും പോലെ ഇളമ്പ കൊത്തി, അതായത് കാട് കൊത്തി തെളിച്ച് അതിനകത്ത് പണിയെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യമായിട്ട് വളമൊന്നും പ്രയോഗിക്കണ്ട. വളം പ്രയോഗിക്കാതെ തന്നെ വളക്കൂറുള്ള മണ്ണ്. ആവശ്യത്തിന് മിച്ചം വളക്കൂറുണ്ട്. പിന്നെ നമ്മളത് കുമ്മായൊക്കെ ഇട്ടൊന്ന് മയപ്പെടുത്തി എടുക്കും. അത്രയേ വേണ്ടൂ. പിന്നെ ഇവിടെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ 3-4 വ്യൂ പോയിന്റ്സ് ഉണ്ട്. എല്ലാം നമുക്ക് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഈ പരിപാടിക്കകത്ത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞോളൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു 3-4 വ്യൂ പോയിന്റ് ഉണ്ട്. അതായത് ഇത് ഈ ഒരു വശം ഇതിങ്ങനെ കാണാം, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് അങ്ങനെയും കാണാം. അത് ഇതിനേക്കാളും കുറച്ചുകൂടെ വൃത്തിയായിട്ട് കാണാം. ഇവിടെ ഇപ്പോൾ 2-3 മരം നിൽക്കുന്നത് കൊണ്ടാണ് ചെറിയ തടസ്സം. അവിടെ അതുമില്ല. ഒരു പാറയാണ്, ഒരു 10,000 അടി ഇത് ഉയരത്തിൽ നിൽക്കുന്ന ഒരു പാറ. നമ്മൾ ചെല്ലുമ്പോൾ നേരെ ആ പാറയുടെ മുകളിലേക്ക് ഇല്ല. അത്രയും ഇത് ആഴത്തിലാണ് അതിൻ്റെ ബാക്കി പ്രദേശം, അടയ്ക്കാത്തൊരു സൈഡ്. അവിടെ നേരത്തെ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ വന്നിരുന്ന പല മാതിരി കുത്സിത പ്രവൃത്തികളൊക്കെ ആയിട്ട് വന്നിരുന്നതാണ്.
പിന്നെ ഇപ്പം എന്തുകൊണ്ടോ കാണുന്നില്ല. അത് ഫോറസ്റ്റുകാരുടെയോ പോലീസിൻ്റെയോ ഒക്കെ എക്സൈസിൻ്റെ ഒക്കെ ചെറിയ ചെറിയ നിയന്ത്രണം ഉണ്ടായിരുന്ന ഒരു സമയത്ത്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം എല്ലാവരും ഇങ്ങനെ കയറി ഇറങ്ങുന്നു. കണ്ട പിള്ളേരൊക്കെ വരികയും പോവുക ചെയ്യുന്നുണ്ട്. പക്ഷേ ടൂറിസത്തിന് നല്ല ടൂറിസത്തിന് സാധ്യതയുള്ള സ്ഥലമായത്. ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുന്നത്, ഞാനും മടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെയും വീട്ടിലെയും എല്ലാം കൂടെ ഓടുന്നില്ല. അപ്പോൾ അങ്ങനെ ഇതാർക്കെങ്കിലും പാർട്ടിയുടെ കൊടുത്തേക്കാവുന്നൊരു താല്പര്യം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഓടിയാൽ എത്തുകയല്ലേ. പോയി വന്ന് നമുക്കിത് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. വൈഫ് ഞാനും മാത്രമേ ഉള്ളൂ. പിള്ളേർ ഒന്ന് മൂത്തത് പെങ്കൊച്ചാണ്, അവൾ ഫിസിയോതെറാപ്പിസ്റ്റാണ്. അവളുടെ വഴിക്ക് നീങ്ങുന്നു. ചെക്കൻ ഇവിടെ ഇല്ല, അവൻ ഗൾഫിലും പോയില്ലേ. ഇനിയിപ്പോൾ അവൻ എന്ന് വരുമെന്ന് അവന് തന്നെ നിശ്ചയില്ല. വരാൻ താല്പര്യം ഉണ്ടാകുമെന്ന്. ഇതിനകത്തൊക്കെയൊന്നും വരുമെന്നും പറയാൻ പറ്റില്ല. കാർഷിക മേഖലയിലേക്കൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മറിച്ചേക്കാം എന്ന് തീരുമാനിച്ചത്. ചേട്ടൻ ഇപ്പം ഈ കുരുമുളക് ചെയ്ത് കൃഷി ചെയ്ത് ഇപ്പം ഇങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അത് ചേട്ടൻ്റെ സ്വന്തം അധ്വാനത്തിലാണല്ലോ ഇത്രയാക്കിയത്. അതെ. ശരിക്കും ഈ കൃഷി വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ നിങ്ങൾക്ക് കർഷകർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടുന്നുണ്ടോ? കർഷകർക്കായിട്ടൊന്നും ഉപകാരം കിട്ടിയിട്ടില്ല. ഞാൻ കൃഷിഭവനിൽ ചെന്ന് ചോദിച്ചായിരുന്നു. ഒരിക്കലും ഞാൻ ചെന്ന് ചോദിച്ച വകയിൽ അവിടുന്ന് ഒരു 18 പാക്കറ്റ് 18 കിലോ കുമ്മായം തന്നു. 18 കിലോ കുമ്മായം തന്നു. 18 കിലോ കുമ്മായം. ഈ 6 ഏക്കർ സ്ഥലത്തിടാൻ വേണ്ടിയാണ് 18 കിലോ കുമ്മായം തന്നു. 18 കിലോ കുമ്മായം എത്ര എന്തേരം സ്ഥലത്ത് ഇടാൻ ശരിക്കും? 18 കിലോ കുമ്മായം ഉണ്ടെങ്കിൽ ഒരു കൊടിക്ക് 250 ഗ്രാം എങ്കിലും വേണം. ഒരു സെന്റിലിടാവോ? 1 സെന്റ് 1-2 സെന്റിലൊക്കെ ഇടാം. അതാണ് എനിക്ക് കിട്ടിയ സഹായം. അതാണ് കിട്ടിയത്. ഞാൻ അന്നേരം കൃഷി ഓഫീസിനോട് ചോദിച്ചാൽ നമുക്ക് പ്രദർശനത്തോട്ടമാക്കിയാൽ അതിനുള്ള കൊടിയുണ്ട്. അപ്പം അന്ന് ഞാൻ അയാളോട് ചോദിക്കുന്ന സമയത്ത് ഒരു 3000 കൊടിയുണ്ട് ഇതിനകത്ത്. അതിനുശേഷം ഒരു 1000 കൊടിക്ക് മേലെ വീണ്ടും കയറി വന്നിട്ടുണ്ട്. ഞാൻ അയാളോട് ചോദിക്കുമ്പോൾ 3000 കൊടികളുണ്ട്. ഞാനത് പറയുകയും ചെയ്തു. 6 ഏക്കർ സ്ഥലമുണ്ട്, 3000 കൊടിയുണ്ട്. പിന്നെ കാരണം ഞാൻ ആ വർഷം എണ്ണി നോക്കിയായിരുന്നു കൊടി എത്രയുണ്ടെന്ന്. പിന്നെ അന്നേരം അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രദർശനത്തോട്ടമാക്കിയിട്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളും തരാനില്ല, എല്ലാവരും വരും കാണും, നിങ്ങൾ ഡെമോ കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോൾ അത് പിന്നെ എനിക്ക് ബാധ്യതയാവുള്ളൂ. വരുന്നവർക്കെല്ലാം ഞാൻ ഡെമോ കൊടുത്തോണ്ടിരിക്കുക. ഞാൻ എൻ്റെ കയ്യിൽ കാശ് മുടക്കി വണ്ടിയും കയറ്റി ഇവിടെ വന്നേച്ച് എല്ലാവർക്കും ഡെമോ കൊടുത്തോണ്ടിരിക്കുക എന്ന് പറയുന്നത് എനിക്കത് മുതലാകിയായിരുന്നു. അതായത് ഇതിനൊക്കെ മുന്നിട്ട് ഇറങ്ങുന്ന ആളുകൾക്ക് പോലും ഒരു സപ്പോർട്ട് വരുന്നില്ല. ഒന്നുമില്ല, ഒരു സപ്പോർട്ടും ഇല്ല, ഒന്നും വേണ്ട. ഞാനിപ്പോൾ മണ്ണ് പരിശോധിക്കാൻ 3 മാസം മുമ്പ് ഞാൻ മണ്ണ് പരിശോധന ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ മണ്ണ് പരിശോധനയ്ക്ക് കൊടുത്തത്. അതിൻ്റെ റിസൾട്ട് ഞാൻ 1 മാസം കഴിഞ്ഞ് ചെന്ന് ചോദിച്ചു, പറഞ്ഞു അത് കൊണ്ടുപോയിട്ടില്ല, അത് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അത്രയും സഹകരണമാണ്. അതവരെന്തോ കൂടി നിറയ്ക്കാനായിട്ടായിരുന്നു തോന്നുന്നു. എന്തെങ്കിലും ഡ്രൈവ് ആകാനുള്ള മണ്ണായിരിക്കും അവർ സംഭരിച്ചിട്ടുണ്ടാവുക. ഈ പഞ്ചായത്തിലുള്ള മൊത്തം ആൾക്കാരോടും വിളിച്ച് പറഞ്ഞ് മണ്ണ് സംഘടിപ്പിച്ചതാണ്. അതെല്ലാം അവിടെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അതൊരു പക്ഷേ ഇനിയിപ്പം വല്ല മണ്ണ് കൂടി നിറയ്ക്കാനോ ഒക്കെ എടുക്കാനായിരിക്കും. കർഷകർക്ക് വേണ്ടിയിട്ടല്ലത്. കർഷകർക്ക് വേണ്ടിയല്ലേ? കർഷകർക്ക് വേണ്ടിയൊന്നുമല്ല. ആണെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് സർക്കാരിൻ്റെ ഒരു ബെൽറ്റാണുള്ളത്, ഒരു സർക്കാരിൻ്റെ സംവിധാനമല്ലേ. അപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് വിടേണ്ട പൈസയൊന്നും അല്ലല്ലോ. ഈ മണ്ണ് പരിശോധിക്കാൻ സർക്കാരിന് ലാഭമുണ്ട്, അതിന് മറ്റ് സംവിധാനങ്ങളുണ്ട്. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. നടന്നെങ്കിൽ പിന്നെ കൃഷിഭവനിൽ തന്നെ ഇരിക്കും മണ്ണ്. ആ ഒരു വകുപ്പ് ആക്റ്റീവ് ആണെങ്കിൽ കേരളത്തിൽ ഇത്രയും കൃഷി താന്നു പോവുകയില്ല. ഇത്രയും പേര് വിദേശങ്ങളിലേക്ക് കടന്നു പോവുകയില്ല. ചെറുപ്പക്കാരൊക്കെ ഒരുപാട് പേര് ഇറങ്ങിയാണ്. അല്ല, എന്തിനാണ് പറയുന്നത്? ഇവിടുന്ന് ഞാൻ നാളെ ഒരാളുടെ കേട്ടാ, അയാൾ ഇവിടുന്ന് ഇസ്രായേലിന് പോയേക്കും. എന്തിനാണെന്നറിയോ? അവിടെ കൃഷിപ്പണി ഞാൻ ഇസ്രായേലിന് പോയേക്കും. ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേലൊക്കെ വിടും, കർണാടകയിലും നമ്മുടെ ഇടത്തും വലത്തുള്ള സംസ്ഥാനങ്ങൾ നോക്കാം. കൃഷിക്കാർക്ക് സകലമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. വെള്ളത്തിന് വെള്ളം, വൈദ്യുതിക്ക് വൈദ്യുതി, പിന്നെ സബ്സിഡി നിരക്കിൽ വിത്ത്, വളം, കാര്യങ്ങളൊക്കെ. കേരളത്തിൽ ഉള്ളത് ഒന്നുമില്ല. കേരളത്തിൽ ആർക്കും കൊടുക്കില്ല. കൃഷിഭവൻ മാത്രമുണ്ട് ഇഷ്ടം പോലെ. ഓരോ പഞ്ചായത്തിലും ഓരോ വില്ലേജിലും കൃഷിഭവനുണ്ട്. അവിടെ കുറേ ഉദ്യോഗസ്ഥരുമുണ്ട്. അത് ചുമ്മാ സർക്കാരിന് ഒരു ചിലവ്, ഒരു പാഴ്ചെലവ്, അതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പ്രയോജനം കൃഷിക്കാർക്ക് സംബന്ധിച്ച് പ്രയോജനമൊന്നുമില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഗ്രാമസഭ ഉണ്ടായിരുന്നു. ഗ്രാമസഭയിൽ തെങ്ങിന് ജൈവവളം എന്ന് പറഞ്ഞു. ഞാൻ അതിന് ആപ്ലിക്കേഷൻ കൊടുത്തു. ഇപ്പം പറഞ്ഞ് 93 രൂപ ഒരു തെങ്ങിന് എന്ന നിലയ്ക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വളം തരാം. ഒരു തെങ്ങിന് 93 രൂപയുടെ വളം എനിക്കറിയാൻ വില മേടിച്ചില്ല. ഒരു 2 വട്ടം ചാണകം മേടിച്ചിട്ടാ, ചാണകപ്പൊടി മേടിച്ചിട്ടാൽ ഈ 93 രൂപ ആകുന്നില്ല. 80 രൂപയുള്ളൊരു 2 വട്ടം ചാണകപ്പൊടിക്ക്. ആ ചാണകപ്പൊടി മേടിച്ചിട്ടാ പിന്നെ ഇവരുടെ ഈ റൗണ്ട് വൈസ് മേടിച്ചിരണോ? 93 രൂപ കൊടുക്കാൻ വേണം, അങ്ങോട്ട് കൊടുക്കാൻ വേണം. അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് പോയില്ല. അവരെന്താക്കിയോ എന്തിനു ചെയ്തോ എന്തോ അറിയില്ല. അപ്പം കൃഷി വകുപ്പ് കൊണ്ട് നമുക്ക് കൃഷിക്കാർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അവനവൻ പണിയെടുത്താൽ അവനവനുണ്ട്. ഈ ഒരു നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ കാർഷിക മേഖലയുടെ അവസ്ഥ എന്തായിരിക്കും? അധികം താമസിക്കില്ല, തീരും. ഇത് ഒരുപാട് കാലമൊന്നും മുന്നോട്ട് പോകുക. ഒരു 10 കൊല്ലം അല്ല ഒരു 15 കൊല്ലം അങ്ങേയറ്റം പോയാൽ അതിലിപ്പോൾ നിലവിൽ നമ്മുടെയൊക്കെ കാരണവന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന സംഗതികളുടെ ഈൽഡ് കഴിഞ്ഞാൽ അതിൻ്റെ ഈൽഡ് തീർന്നു. കാരണം മക്കൾക്കൊന്നും പറമ്പ് പഠിച്ചിട്ട് കാര്യമില്ല.
ഒന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു സഹായം കിട്ടാണ്ടൊന്നും കൃഷിയൊന്നും. അല്ല, ഞാൻ എൻ്റെ വീട്ടിൽ ഒരു 200 വാഴ വെച്ചായിരുന്നു കോവിഡ് സമയത്ത്. 200 വാഴയിൽ ഒരു 150 എണ്ണവും പന്നി കളഞ്ഞു. അതിന് 2019 ലാസ്റ്റാ. അന്ന് ഇതിന് എഴുതി കൊടുത്താ. നഷ്ടപരിഹാരം കിട്ടിയോ? ഇപ്പം എത്ര വർഷമായി? 6-7 വർഷമായില്ലേ? അത് കിട്ടിയിട്ടില്ല. അത് ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവാം, പാസ്സായിട്ടുണ്ടാവാം. ഒന്നും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. പക്ഷെ അത് സംഗതി സർക്കാരിൽ നിന്ന് പാസ്സായിട്ടുണ്ടാവും. അത് എതിലെ പോയി നമ്മൾ അന്വേഷിക്കുന്നില്ല, നമുക്ക് അന്വേഷിച്ചാൽ കിട്ടുകയില്ല, ഒരു നടക്കൊന്നും കിട്ടുകയില്ല. ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് കുറുകൂപ്പ് കൃഷികളല്ല വേണ്ടത്, സ്ഥായി ആയിട്ടുള്ള കൃഷികൾ വേണം. കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, തേങ്ങ ഇതൊക്കെ സമൃദ്ധമായിട്ടുണ്ടായിരുന്നതാ. ഇപ്പം അതെല്ലാം കുറഞ്ഞു. തേങ്ങ പോലും കിട്ടാനില്ലാണ്ടായില്ലേ? എല്ലാവരും കാശ് കൊടുത്ത് മേടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തെങ്ങിന് കേട് വരുന്നുണ്ട്. ആ കേട് വരുന്നതിന് പ്രതിവിധി എന്താണെന്നുള്ളത് കുരങ്ങിന്റെ ശല്യം അത് ഒരു വഴിക്ക്. പിന്നെ അതൊരു പരിധി വരെ നമ്മൾ കൃഷിക്കാർ നോക്കേണ്ടതാണ്. അതായത് നമ്മുടെ വിളകളുടെ പ്രൊട്ടക്ഷൻ ഒരു പരിധി വരെ നമ്മൾ തന്നെ നോക്കണം. എല്ലാത്തിനും സർക്കാരിനെ പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ കേട് പോലുള്ള സംഗതികൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊഴിഞ്ഞ് വീഴുന്ന, കൂമ്പ് പൊഴിഞ്ഞായിട്ട് വീഴുന്നു, അതിനൊക്കെ ഒരു പ്രതിവിധി എന്താണെന്നുള്ളത് സർക്കാരിന് സംവിധാനങ്ങളില്ലേ? അങ്ങനെയല്ലേ കൃഷിക്കാരെ സഹായിക്കേണ്ടത്. കവുങ്ങിന് മഞ്ഞളിപ്പ് വരുന്നു, അതിനൊരു വ്യക്തമായൊരു പ്രതിവിധി ഇന്ന് വരെ ഒരുത്തരും പറയുന്നില്ല. പിന്നെ അതിൻ്റെ പേരിൽ കുറേ പേര് ഇത് ഹോമിയോയാണെന്ന് ആയുർവേദം പറഞ്ഞ് കുറേ ചൂഷണം ചെയ്യുന്നുണ്ട്. അന്നേരം പോയി കിട്ടും, നമ്മുടെ പൈസ പോയി കിട്ടും, വേറെ പ്രത്യേകിച്ച് പ്രയോജനം കിട്ടില്ല. ഞാൻ ഹോമിയോയും പരീക്ഷിച്ച് നോക്കിയതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് വെറുതെ എറിഞ്ഞു പിടിപ്പിക്കുന്നതല്ല. ഞാൻ കഴിഞ്ഞ വർഷം 1000 രൂപ കൊടുത്ത് ഹോമിയോ മേടിച്ചിട്ടു. അവർ പറഞ്ഞു മഞ്ഞപ്പുമാറും തേങ്ങാപ്പിടിക്കും മണ്ടരിമാറും ഇതൊക്കെ പറഞ്ഞു. ഞാൻ 50 മരത്തിനുള്ള മേടിച്ചു, 50 തെങ്ങിന്. കവുങ്ങിനെ മേടിച്ചില്ല. മണ്ടരിയും പോയില്ല, ചുണ്ടിലും പോയില്ല, ഈ ഇട്ട വളവും പോയി, എൻ്റെ കാശും പോയി. അല്ല, ഞാൻ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ താരന് ഇത്രയും കാലമായിട്ട് നല്ല പറയുന്നല്ലാണ്ട് ഈ താരം തേച്ചാൽ ഒന്നും താരം പോയി തീർത്തും എന്ന് പറയുന്ന പോയില്ല. ഹോമിയോ തേച്ചാലും ആയുർവേദം തേച്ചാലും ഇത് ഹോമിയോ കൊണ്ടൊന്നും ഇത് കൃഷിക്ക് പറ്റിയതാ. പിന്നെ ജൈവവളം നല്ലതാണ്, രാസവളം നല്ലത്. രാസവളവും ജൈവവളവും രണ്ടും 2 തരത്തിലാണ് ഫലിക്കുന്നത്. അതൊക്കെ പക്ഷെ എന്നാലും നമുക്ക് പിന്നെ മണ്ണിന് ഇത് ചപ്പും ചവറും കാര്യങ്ങളും വേണം. ഇപ്പം പറയുന്ന പുതിയ ന്യൂജൻ കൃഷി ഉണ്ടല്ലോ, ഈ ഇലക്ട്രിക് റംബൂട്ടാനല്ല, ഈ കുരുമുളക് കൃഷി ആണെങ്കിൽ പോലും സിമെന്റ് പോസ്റ്റിലും PVC പോസ്റ്റിലും ഒക്കെ അത്തരം കൃഷികളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ ഈ കാണുന്ന ബ്ലോഗർമാരോടായാലും കൃഷിക്കാരോടായാലും പറയാൻ എനിക്ക് ആഗ്രഹമുള്ളൂ. അതിന് കാരണം മണ്ണിൽ കുറച്ച് കരിയില വീഴണം, ചപ്പ് വീഴണം. ഈ സിമെന്റ് പോസ്റ്റിൽ നിന്ന് ചപ്പൊന്നും വീഴുക. അത് ഓരോ കൃഷി കൊണ്ടും മറ്റ് കൃഷികൾക്കും അതുകൊണ്ട് ഒരു അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. മണ്ണിനടക്കം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കൊടിക്കും വേണം, കൊടിച്ചോട്ടിൽ കരിയില വീഴണം. കൊടിച്ചോട്ടിൽ കരിയില വീണാല്, അതായത് പുത വീണാല് ഇതിന്റെ വേര് മേലെ മാത്രം പോയി സാധനമാണ്. തായ് വേരോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല. ഇതിന് പന്നവേര് മാത്രമേ ഉള്ളൂ. ആ പന്നവേരിന് തണുപ്പും ഈർപ്പവും കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കരിയില വീഴണം. കരിയില വീണ് അടിഞ്ഞ് കിടക്കണം. പിന്നെ കുറച്ച് കാടുണ്ടാകണം, കുറച്ച് നമ്മൾ പണിയെടുക്കണം. അത് വേണ്ടെന്നല്ല, എല്ലാം വളരെ എളുപ്പത്തിൽ എല്ലാ സംഗതികളും എളുപ്പ വഴിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച്. പിന്നെ അപ്പം സ്വാഭാവികമായിട്ടും മരത്തെ തന്നെ കൊടി കയറ്റുക. മരത്തെ കൊടി കയറ്റിയാൽ ഒരു 10 മീറ്ററൊക്കെ ഹൈറ്റിൽ കയറ്റി വിടാം. അത് അതിൻ്റെ ചോലയടിച്ച് അതിൻ്റെ ചുവട്ടിലിട്ടാൽ ആ കൊടിക്ക് കിട്ടി. ഒരു കാലത്ത് ഈ മരം മുറിച്ച് ഒരു വരുമാനമാവും. കൊടി പോകുന്ന കാലത്ത്, കൊടി ആയുഷ്കാലം നിൽക്കുന്ന നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കുറച്ച് ഓക്സിജനോ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ജനങ്ങൾക്ക് മൊത്തത്തിൽ തണുപ്പുണ്ട്. ഈ സിമെന്റ് പോസ്റ്റൽ കൊടി ഇട്ടു, അതിനകത്ത് വരുന്ന വലിയൊരു വിഷയം എന്ന് വെച്ചാൽ, സിമെന്റ് പോസ്റ്റൽ കൊടി ഇട്ടിട്ട് 10 കൊല്ലം കഴിയുമ്പോൾ കൊടി അങ്ങ് പോവുകയാണ്. ഒരു കേട് വന്ന് ഒക്കെ വയനാട്ടിലൊക്കെ പോയതുപോലെ കൊടി അടപടലം അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ പോസ്റ്റ് എന്ത് ചെയ്യും? കോൺക്രീറ്റ് ആണത്. കോൺക്രീറ്റ് അല്ലേ, അതെന്ത് ചെയ്യും? അതെ, അത് ദേശീയ ദുരന്തമല്ലേ. കോൺക്രീറ്റ് അല്ലേ, അവന്റെ പറമ്പിലിടാൻ പറ്റുമോ? പിന്നെ ആ പണി ചെയ്യാവുന്ന അതും കൊണ്ട് മതിൽ കെട്ടാം. പിന്നെ ഇതിന് ഈ പോസ്റ്റ് ഇടണമെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ് എത്ര വരുന്നുണ്ട്? ഒരു ഏക്കർ സ്ഥലത്ത് കൊടി ഇടണമെങ്കിൽ അതിന്റെ ഇനീഷ്യൽ കോസ്റ്റ് എത്ര വരുന്നുണ്ട്? ആ ഇനീഷ്യൽ കോസ്റ്റ് എത്ര വർഷം കൊണ്ടാണ് ഇവന് കൊടിയെന്ന് കിട്ടുന്നത്? കിട്ടുകയല്ല, എളുപ്പമല്ല. ഈ മറ്റേ കോവിഡ് സമയത്ത് മീൻ കൃഷി തുടങ്ങിയതുപോലെ, കോവിഡ് കാലത്ത് മീൻ കൃഷി തുടങ്ങിയതുപോലെ, അല്ലെങ്കിൽ പോത്ത് കൃഷി തുടങ്ങിയതുപോലെ തുടങ്ങാം. ഇതൊക്കെ ഒരു പോസ്റ്റൽ വഴിക്ക് നീന്തു പഠിക്കുന്നത് പോലെയാണ്. അതിൽ പോസ്റ്റൽ മാർക്ക് നീന്തു പഠിക്കുന്നത് തുല്യമാണ് ഇത്തരം ഫേസ്ബുക്ക് കൃഷികളും കാര്യങ്ങളും ഒക്കെ. അതിനൊന്നും ആരും അതിൻ്റെതായ ജൈവികമായ മാർഗങ്ങളുണ്ട്. ആ വഴിക്ക് തന്നെ പോകണം. അല്ലാതെ നമുക്കത് ഷോർട്ട് കട്ടിൽ പോയാൽ ലാഭമല്ല, നഷ്ടമേ വരും. ഇത്തരം ദുരന്തങ്ങളുണ്ടാവും.
അന്നാ വെച്ച ക്ലാസ്സാണ്, ഞാൻ ഇറക്കി വെച്ചിട്ടില്ല. ഇവിടെ അല്ലാതെ വേറെ മാന്തിയേക്കുന്നല്ലേ? ടെറിട്ടറി മാർക്കിംഗ് ആയിരിക്കും അല്ലേ? ആ ഓരോ സ്ഥലത്തുള്ളൂ. ആണോ? മുന്നോട്ടുണ്ട് അല്ലേ? മണം മണം ഒക്കെ മണം കേട്ടോ. നമ്മളന്ന് നടന്നു പോയ വഴിയാണ് കേട്ടോ അത്. നമ്മൾ ജസ്റ്റ് പോരുന്ന വഴിക്ക് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഇറങ്ങി കേട്ടോ. പുല്ല് കരിഞ്ഞ് കിടക്കുന്നേ ആ ഇത് പറഞ്ഞ പുല്ല് കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ഈ സാധനം സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊക്കെ നല്ല കറക്റ്റ് സ്മെല്ലുണ്ട് കേട്ടോ. ഇവർക്കിത് കറക്റ്റ് അറിയാം കേട്ടോ. ആ സ്ഥിരം നടന്നു വരുന്നതാണോ അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ പൊയ്യമല ഡയസേട്ടൻ്റെ പറമ്പും കാര്യങ്ങളൊക്കെ കണ്ടു. സൂടൻ കടുവയുടെയും സുഗ്രീവൻ പുലിയുടെയും ഒക്കെ വിശേഷങ്ങൾ നമ്മൾ കേട്ടു. സുഗ്രീവൻ്റെ കാര്യം അധികമായിട്ട് പറഞ്ഞില്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടെന്നാണ് ഞാനിപ്പോൾ കേൾക്കുന്നത്. നമ്മൾ ഇനി എന്തെങ്കിലുമൊക്കെ വീണ്ടും വരുമ്പോൾ നമുക്ക് അതിൻ്റെ കഥയും കൂടെ കേൾക്കാം കേട്ടോ. ഏതായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു തോട്ടം, വളരെ നന്നായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് ആ മലമുകളിൽ ഇത്ര കഷ്ടപ്പെട്ട് കയറി ഇത്രയും നല്ല ഒരു കുരുമുളക് കൃഷി നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. പോകുന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടു കാണും. വളരെ അഡ്വഞ്ചറസ് ആയിട്ട് തന്നെ, അഡ്വഞ്ചറസ് എന്ന് ഞാനൊരു വാക്ക് ഇട്ട് ഉപയോഗിക്കുന്നുള്ളൂ, പക്ഷേ അവരൊക്കെ ദിവസവും ഇതിൽ കയറി പോകുന്നതാണ്. അത്ര കഷ്ടപ്പെട്ട് തന്നെയാണ് ആ പറമ്പിലൊക്കെ എത്തുന്നതും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഏതായാലും ഇങ്ങനെയും മനുഷ്യരുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ ഒരു സംഭവമാണ്. അപ്പം നമ്മൾ ആ ഏപ്രിൽ മാസത്തിലെടുത്ത വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാതൃഭൂമി പത്രത്തിൽ നിന്ന് ന്യൂസ് പേപ്പറിൻ്റെ ആളുകൾ അവർ റിപ്പോർട്ടേഴ്സ് നമ്മളെ കോൺടാക്റ്റ് ചെയ്തു. അങ്ങനെ അതിന് പ്രകാരമാണ് അവർ ഇവിടെ വന്നതും അതിനെക്കുറിച്ച് നമ്മൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് അന്ന് അദ്ദേഹം പറയുന്ന ആ സുഗുണൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് അവരെ സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ സുഗുണനെക്കുറിച്ച് വാർത്ത എഴുതാനായിട്ട് അവരിവിടെ വന്നു. അവർ മുകളിലും അവരുടെ കൂടെയാണ് നമ്മൾ പോയത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു എപ്പിസോഡ് 2 പ്രാവശ്യമായിട്ടാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. 2 തവണ കയറിപ്പോയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും. ഏതായാലും അങ്ങനെ അവർ പോയി അതിനെക്കുറിച്ച് കേൾക്കുകയും എഴുതിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു ന്യൂസ്, സുഗുണനെക്കുറിച്ച് വന്ന ന്യൂസിൻ്റെ ഒരു ഫോട്ടോ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾ കാണിച്ചിട്ട്, കഴിഞ്ഞ ദിവസം അത് പത്രത്തിൽ വന്നിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുണ്ടല്ലോ, ഇതാണ് സുഗുണനെക്കുറിച്ച് മാതൃഭൂമിയിൽ വന്നത്. ഈ ഒരു എപ്പിസോഡിൽ തന്നെ നമ്മൾ കണ്ട അവർ അന്ന് വന്ന് കവർ ചെയ്ത സംഭവമാണ് കേട്ടോ. ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഏതായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി ഇന്ന് കാണാം. താങ്ക് യു.